മംഗളം ദ്വാത്വ ഉപശോധനം കിട്ടുക ആ കർമ്മങ്ങളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ കുടിയൊക്കെ കഴിഞ്ഞ് ദേവാരം ജപം തർപ്പണാദികളൊക്കെ കഴിഞ്ഞ് ആരാണ് വരുന്നത് നോക്കിയിരിക്കുകയാണ്. ആ സമയത്ത് നിങ്ങൾ വരുമ്പോൾ ആ സമയത്ത് എല്ലാ നിമിത്തങ്ങളും നിങ്ങൾ എന്ത് വസ്ത്രം ധരിച്ചു വന്നു, എത്ര ആൾക്കാർ വന്നു, എത്ര ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞു എന്ന് പറഞ്ഞു, നിങ്ങളുടെ ചേഷ്ടകൾ എന്താണ്, മുകളിലേക്ക് നോക്കിയോ താഴേക്ക് നോക്കിയോ, എത്ര അക്ഷരങ്ങൾ കൊണ്ട് പറഞ്ഞു, ഈ കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ്. അതൊക്കെ ദേവൻ്റെ ഹിതമാണ്, ദേവൻ എന്താണ് നിശ്ചയിച്ചത് അതുപോലെയാണ് സംഭവിക്കുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഇതിൻ്റെ ഫലം നമ്മൾ പൂർണ്ണതയിലേക്ക് വരിക. അപ്പോൾ ഇതിന് ഉത്സാഹമാണ് പറയുക. നിങ്ങൾ വന്ന് ക്ഷണിക്കുന്ന സമയം 2023 ജൂലൈ മാസം 11-ാം തീയതി രാവിലെ 9:26 നിങ്ങൾ അവിടെ എത്തിയിട്ടുള്ളത്. പ്രഥമ നിവേദനം വൃക്ഷ ആദ്യമായിട്ട് ദൈവജ്ഞോ ദൈവയിൽ പശ്യ ദൈവജ്ഞനെ പോലെ കണക്കാക്കി അവിടെ പോയിട്ട് ഈ കാര്യങ്ങൾ പറയുന്നു. അതിൽ തിഥോശുഭായാം ശുഭത അങ്ങനെ പറഞ്ഞ തിഥോശുഭായാം ശുഭത അനുകൂലേ താരേതിനെ ഭാനുശുഭഗ്രഹണം പ്രക്ഷേപിച്ചതും പ്രാകൃതദാനദുഷ്ടം ജ്യോതിർവിധം പ്രാതൃഭേത്യവൃക്ഷ. അപ്പോൾ തിഥോ ശുഭായ ശുഭമായ തിഥിയിലായിരിക്കണം എന്നാണ്. ശുഭ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെളുത്ത പക്ഷത്തിൽ തിഥിയായിരിക്കണം എന്നുണ്ട്. തിഥോ ശുഭ. പിന്നെ രിക്താവൃഷ്ടി സ്ഥിരകരണാനുഹിതേ രിക്ത എന്ന് പറഞ്ഞാൽ ചതുർത്ഥി നവമി ചതുർദശി ഈ 3 ദിവസങ്ങൾ ഒഴികെയുള്ള ദിവസങ്ങളായിരിക്കണം. അതെ, അതാണ് തിഥോ ശുഭായ ശുഭ്രായ. അപ്പോൾ നിങ്ങൾ വന്നിട്ട് അതിൽ ആദ്യത്തെ ഫലം ഇത് തിഥി വെളുത്ത പക്ഷത്തിലാണോ എന്നുള്ളതാണ്. അപ്പോൾ അത് കൃഷ്ണപക്ഷത്തിലെ നവമിയാണ്, കറുത്ത പക്ഷത്തേക്കായി. അപ്പോൾ അതിലെന്താ വെച്ചാൽ വെളുത്ത പക്ഷം വളർപക്ഷ ചന്ദ്രനും അതെ വളർന്നുകൊണ്ടിരിക്കുന്ന ചന്ദ്രനും, കറുത്ത പക്ഷമായിരിക്കുമ്പോൾ ക്ഷയിക്കുന്ന ചന്ദ്രനാണ്. അതെന്താ കാര്യം വെച്ചാൽ ദേവൻ്റെ കലകളെ വർദ്ധിക്കുന്ന ചന്ദ്രനാണ് വെളുത്ത പക്ഷമാണെങ്കിൽ. ഇത് ദേവൻ്റെ കലാംശങ്ങൾ കുറഞ്ഞു വരുന്നു എന്നുള്ളത് കറുത്ത പക്ഷത്തിലെ ഈ തിഥി ആയതുകൊണ്ട് സൂചിപ്പിക്കുന്നു. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ദേവൻ്റെ ചൈതന്യാംശത്തിന് ഇങ്ങനെ കുറവ് വരുന്നുണ്ടെന്നും ഈ നമ്മളൊന്ന് നോക്കേണ്ട ഒരു കാലഘട്ടം കുറച്ച് അതിക്രമിച്ചു പോയി എന്നുള്ളതും കറുത്ത പക്ഷത്തിലെ നവമി സൂചിപ്പിക്കുന്നു. പിന്നെ കറുത്തപക്ഷം ഒരു കാര്യമുണ്ട്, കറുത്തപക്ഷം നമ്മൾ ഇന്നലെ പറഞ്ഞാൽ മറ്റേ ഈ ഇങ്ങനെയുള്ള പൈതൃക ക്രിയകൾക്ക് ഉള്ള ഒരു കാര്യമാണ് കർത്തവാദനമുള്ള നമ്മൾ ചെയ്യാറ്. ചന്ദ്രൻ്റെ മറുഭാഗമാണ് പിതൃലോകം എന്നുള്ള നമ്മുടെ വിശ്വാസം. പിതൃക്കളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോട് ചെയ്യുന്നത് നല്ലതാണെന്നല്ല, അല്ലെ ദേവനായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. ഇവിടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ഈ ഇതായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നത് കുഴപ്പമില്ല എന്ന് കറുത്തപക്ഷം സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ നവമി ആയതുകൊണ്ട് ഈ രിക്ത എന്നുള്ള ദോഷമുണ്ട്. ചതുർത്ഥി നവമി ചതുർദശി ഈ 3 ദിവസങ്ങളിൽ രിക്തതാണ്. രിക്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഴിഞ്ഞത് എന്നാണ്, ശൂന്യത എന്നുള്ളൊരർത്ഥമുണ്ട്. അപ്പോൾ ഒന്ന് സൂചിപ്പിക്കുന്ന കുറച്ച് കാലം ഇവിടെയൊക്കെ ശൂന്യമായി കടന്നിരുന്നു എന്നുള്ളത് അങ്ങനെ ഒന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ശൂന്യത വരുമ്പോൾ ഈ കല എന്നാണ് പറയുന്നത്, ദേവൻ്റെ കല എന്ന് പറഞ്ഞാൽ കലാത് ഷോഡശോഭാഗ 16 ഭാഗത്തിനാണ് കല എന്ന് പറയുക. അത് 15 കല എന്ന് പറഞ്ഞത് ഈ ചന്ദ്രൻ കറുത്ത വാവ് കഴിഞ്ഞ് വെളുത്ത വാവ് ആവുന്നത് വരെ 2 നാഴിക വെളിച്ചം വന്നുകൊണ്ടിരിക്കും. പഴയ ആൾക്കാർക്ക് അറിയാം. ഇപ്പോൾ ഇലക്ട്രിസിറ്റി വന്നതിന് ശേഷം ഇപ്പോൾ നമുക്ക് ഈ കറുത്ത വാവും വെളുത്ത വാവൊന്നും അത്ര കൃത്യമായിട്ട് അറിയില്ല. നാഴിക രാഹു ചെന്നപ്പോൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 2 നാഴിക അങ്ങനെ കൂടി വരും. അപ്പോൾ എത്രയായി? 15 2ആയില്ലോ. 15 ദിവസം കൊണ്ട് എന്തായി? ചന്ദ്രൻ പൂർണ്ണമായി, ഒരു പക്ഷമായി. പിന്നെ 15 നാഴിക എന്തായി? പിന്നെ 15 ദിവസം തിരിച്ചല്ലേ. അപ്പോൾ കറുത്ത വാവ് കഴിഞ്ഞ് വെളുത്ത വാവ് വരെ വർദ്ധിക്കുകയും വെളുത്ത വാവിൽ നിന്ന് തളർന്നു വരും ചെയ്യാം. ഇതിപ്പോൾ വെളുത്ത വാവ് കഴിഞ്ഞ് 9-18 നാഴിക ഇരുട്ടായി അല്ലേ. അപ്പോൾ ഈ കല എന്ന് പറയുന്നത് 16ാമത്തെ കല ശിവൻ്റെ കലയാണ്. അപ്പോൾ ഈ കുടിവയ്ക്കപ്പെട്ട ചൈതന്യത്തിന് കല വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ ആ നൈസർഗികമായ കലകൾക്ക് അതീതമായി മന്ത്രതന്ത്രാദിസ്ഥാപിത വിഗ്രഹാവലംബത്വം മന്ത്രതന്ത്രാദികളെ കൊണ്ട് ഈ കല്ലിൽ ശിവൻ്റെ ചൈതന്യത്തെ തന്ത്രി സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. ആ സന്നിവേശിപ്പിച്ച കല നമ്മളുടെ ഈ ഉപാസനയ്ക്ക് നമ്മളെ ഉപയോഗത്തിന് അനുസരിച്ച് കുറഞ്ഞു വരും. ഇപ്പോൾ 100 ആൾ തൊഴുന്ന അമ്പലത്തിൽ അത്ര പൗഷ്ടിക കർമ്മം വേണം. തൊഴുമ്പോൾ ഒരംശം നമ്മളിലേക്ക് വരുന്നുണ്ടല്ലോ. അതാണ് അതിൻ്റെ തത്വം. നമ്മൾ തൊഴുന്ന ക്ഷേത്രങ്ങളിൽ ആ വിഗ്രഹത്തിൽ, മനുഷ്യപ്രതിഷ്ഠിതമായ വിഗ്രഹത്തിൽ സ്വയംഭൂ വേറെയാണ്. ആ വിഗ്രഹത്തിൽ നിന്നും ആ കലാംശം ഇങ്ങനെ കുറഞ്ഞു വരിക. ഇപ്പോൾ നമ്മളൊരു പുഷ്പാഞ്ജലി ചെയ്യിക്കുന്നു, പുഷ്പാഞ്ജലി കഴിക്കുന്നു. നമ്മൾക്ക് വേണ്ടി ഭഗവാൻ ഒരു ക്രിയ ചെയ്യുമ്പോൾ ആ ക്രിയ എന്നുള്ള ആ ഒരു അംശം കുറഞ്ഞു വരുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന അതുകൊണ്ട് ഇതൊക്കെ ഈ സാധനമൊക്കെ ഇല്ലേ, അതിലൊക്കെ ഈ ഉപയോഗത്തിനനുസരിച്ച് കുറയില്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? അത് കൂട്ടണം. ആ കൂട്ടണ കാര്യങ്ങളാണ് നിത്യനൈമിത്തിയാദി കർമ്മങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ക്ഷേത്രമാവുന്ന സമയത്ത് രാവിലത്തെ ക്രിയാദികൾ തുടങ്ങി
ഉച്ച കഴിഞ്ഞ് സന്ധ്യ കഴിഞ്ഞ് രാത്രി അത്താഴ പൂജ കഴിയുന്നത് വരെയുള്ളതായ ക്രിയാദികളുണ്ട്. അതിൻ്റെ അളവ് നമ്മൾ വർദ്ധിപ്പിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണെന്ത് ഈ നവകം പഞ്ചഗവ്യം, നവകം ശുദ്ധി ക്രിയാദികൾ, 25 കലശം, പിന്നെ എന്താ പഞ്ചകാന്തം ശുദ്ധി, ദ്രവ്യകലശം, നവീകരണ കലശം. ദ്രവ്യകലശമൊക്കെ ശരിക്കും വർഷത്തിലൊരിക്കലും ചെയ്യേണ്ടതാണ് കൂടുതൽ. അപ്പോൾ നിങ്ങളിവിടെ ഈ ക്രിയാദികളൊക്കെ, അതായത് അമാവാസിയായിട്ട് ബന്ധപ്പെട്ട ക്രിയാദികളൊക്കെ ഉള്ള സ്ഥിതിക്ക് അതിനനുസരിതമായ രീതിയിൽ പൗഷ്ടിക ക്രിയാദികൾ വേണം എന്നാണ് പറയുക. അതെങ്ങനെ വേണ്ടതെന്നുള്ള തന്ത്രിയോട് നിശ്ചയിച്ചിട്ട് ഇവിടെ വരുന്ന പിതൃക്കൾക്ക് ഈ സായുജ്യം വരാവുന്ന രീതിയിൽ എങ്ങനെയാണത് വേണ്ടത് നമുക്കൊന്ന് ചിട്ടപ്പെടുത്തണം. അമ്പലത്തിലല്ല, പുറത്താണെങ്കിൽ പോലും ഈ അതെ എങ്ങനെ വേണം, അത് ചെറിയ രീതിയിലെങ്കിലും വേണ്ടി വരും. ബ്രാഹ്മണാനാഞ്ചഭുക്തി, ശരിക്ക് ഇലഹോമം കഴിഞ്ഞാൽ ബ്രാഹ്മണ ഭോജനം വേണം, ബ്രാഹ്മണന് ഭോജനം വേണം. അതിൻ്റെ ഭാഗമാണ്. അതിന് കണക്കുണ്ട്. ആ കണക്ക് ഇപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മളത് ചെയ്യില്ല. അതെ, 1008 ഉണ്ടെങ്കിൽ 1008 ബ്രാഹ്മണന് ആലോചിച്ച് കൊണ്ടെന്നാണ്. അതൊന്നും നടക്കില്ല. അപ്പോൾ ക്രിയാംഗമായിട്ടെങ്കിലും തിലഹവനമഭി ബ്രഹ്മണാനാഞ്ചഭുക്തി. ഇപ്പോൾ ഒരു ഗൃഹസ്ഥാശ്രമിയായ ഒരാൾ ജ്യോത്സ്യൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, എന്ത് സമ്പത്ത് കമ്മിയാണ്, സന്തതി ഇല്ല എന്ന് പറയുമ്പോൾ അയാൾക്ക് റെമഡി അഥവാ പ്രതിവിധി പരിഹാരമായിട്ട് പറയാൻ സ്മൃതികളിൽ പറഞ്ഞ കാര്യം എന്താ അറിയോ? എന്ത് മറ്റുള്ള കർമ്മങ്ങളല്ല, അതിനൊക്കെ പിതൃക്കളുടെ കടം വീട്ടാനാണ്. ക്ഷേത്രപിണ്ഡം, തിലഹവനം, ബ്രാഹ്മണ ഭോജനം മുതലായവ നടത്തി പ്രീതാഹ പ്രേതങ്ങൾ, നമ്മുടെ പൂർവ്വസൂരികൾ സന്തോഷിച്ചാൽ എന്താണ്ട് സകലാഹ സമ്പദ, എല്ലാ വിധത്തിലുള്ള ഡെവലപ്മെൻറ്റും ഉണ്ടാവും. സന്തതിം സന്തതികളുണ്ടാവും, പരമ്പര ഉണ്ടാവും. ഇതില്ലാതെ ഈ കടം ബാക്കി നിൽക്കച്ചില് ഇതൊന്നും ചെയ്യാതെ, ഇതിനെക്കുറിച്ച് സ്മരിക്കാതെ, ഇതൊന്നും ഓർക്കാതെ, ഇതിന് പ്രാധാന്യം കൊടുക്കാതെ നമ്മൾ പോകുന്ന സമയത്ത് എന്തുണ്ടാവും? നമ്മളുടെ പിതൃക്കളുടേതായ ആ കോൺസെപ്റ്റ് ഉണ്ടല്ലോ, സങ്കല്പം, ആ പിതൃസങ്കല്പം പിന്നെ വീക്കായി കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിലും അത് പ്രതിഫലിച്ചു തുടങ്ങും. എങ്ങനെ? അതിൽ കുറച്ച് സൈക്കോളജി ഉണ്ട്. എന്താ കാരണം അറിയോ? ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെക്കുറിച്ച്, നിങ്ങളുടെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ, അതാണല്ലോ ശ്രാദ്ധം. ശ്രദ്ധയോടുകൂടി ചെയ്യുന്നതാണ് ശ്രാദ്ധം. ആ ശ്രാദ്ധം മുതലായ കാര്യങ്ങൾ, അത് പിതൃകട. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ അത് ചെയ്ത് കുട്ടിക്കാലത്ത് നമുക്ക് ചോറ് തന്നു. ഇന്നിപ്പോൾ മാതൃഭൂമിയിൽ ഒരു റിപ്പോർട്ടുണ്ട്, അച്ഛൻ മടിയിൽ വെച്ച് ഓണസദ്യ തന്ന ആ മധുരം ഇന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോയില്ല എന്നൊരു റിപ്പോർട്ട് ഇന്നത്തെ മാതൃഭൂമിയിലുണ്ട്. അച്ഛൻ്റെ മടിയിലിരുന്ന് ഓണമുണ്ട ചെറിയ ഒരു ഓർമ്മ ഉണ്ടെന്നാണ്. അച്ഛൻ അമ്മ കുളിപ്പിച്ച് അല്ലേ ആഹാരം തന്ന് അച്ഛൻ്റെ കൈ പിടിച്ചിട്ടോ അല്ലെങ്കിൽ സൈക്കിളുമ്പിലോ, നമ്മളെ കുട്ടിക്കാലത്ത് സൈക്കിളേ ഉള്ളൂ, ബൈക്കൊന്നുമില്ല, അല്ലെങ്കിൽ സ്കൂളിൽ പോയി പഠിച്ച് അല്ലേ തിരിച്ചു വരുമ്പോൾ മിഠായി വാങ്ങിച്ച് തന്ന് വീട്ടിൽ അതെ പിന്നെ ഇഷ്ടമുള്ള ആഹാരം തന്ന് അല്ലേ സിനിമയ്ക്ക് കൊണ്ടുപോയി, പൂരത്തിന് കൊണ്ടുപോയി നടന്ന ആ അച്ഛനെ വർഷത്തിലൊരിക്കൽ ഓർക്കാൻ പറയുകയാണ്. അപ്പോൾ ആ ഓർക്കുന്ന സമയത്ത് നമ്മളറിയാതെ നമ്മുടെ കണ്ണിൽ വെള്ളം വരും. എന്താ കാരണം അറിയോ? മസ്തിഷ്കം അത് സ്വീകരിച്ചു. മസ്തിഷ്കം അത് പോയിട്ടില്ല. ചിലരെന്ത് ചെയ്യും? ജീവിച്ചിരിക്കുമ്പോഴും അവരെ നിഷേധിക്കും അല്ലേ? അത് എങ്ങനെയാണത് ഫലത്തിൽ വരുന്നത് ചോദിച്ചാൽ നമ്മുടെ മനസ്സാണല്ലോ പ്രധാനം, മസ്തിഷ്കമാണല്ലോ. ഈ മസ്തിഷ്കത്തിൻ്റെ ഒരു ഭാഗത്ത് കോർട്ടെക്സ് എന്നൊരു ഭാഗം ഉണ്ട്. ഇത് ഡോക്ടർമാർക്ക് അറിയാതെ അവിടെ നിന്നാണ് ഈ സംജ്ഞകളൊക്കെ പോകുന്നത്. വൈരാഗ്യവും ഇഷ്ടവും സന്തോഷവും ഒക്കെ അവിടെ നിന്നാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ പൗഷ്ടികമായ അല്ലെങ്കിൽ സന്തോഷപ്രദമായ അച്ഛനെ ഓർക്കുന്ന, അമ്മയെ ഓർക്കുന്ന, എന്തിന് നമ്മൾ സ്കൂളിൽ പഠിച്ച ടീച്ചർമാരെ ഓർക്കുന്ന, അധ്യാപകനെ ഓർക്കുന്ന ആ സമയത്ത് ഈ കോർട്ടെക്സിൽ എന്തുണ്ടാവും? നല്ല ഒരു പിന്നെ പ്രവേഗങ്ങൾ, ഒരു എനർജി വരികയാണ്. അത് നമ്മുടെ ശരീരത്തിൻ്റെ തലച്ചോറിനെ ആദ്യം അമൃതം പ്ലാവയിത്വം എന്നാണ് മറ്റേ ഭാഷ. എന്നിട്ടെന്തായി? നമ്മൾ അതിൽ നിന്ന് ഇടാപിംഗല സുഷുമ്ന നാഡികളിലൂടെ പിന്നെ പ്രവേശിച്ച് ആ സാധനം മൂലാധാരത്തിലെത്തി. ആ മൂലാധാരത്തിൽ നിന്ന് വീണ്ടും ഇടാപിംഗല നാഡികളിലൂടെ പോയി അത്
സുഷുമ്നാ ശീർഷത്തിലെത്തി അത് തലച്ചോറ് മുഴുവൻ വ്യാപിക്കുമ്പോൾ നമ്മുടെ ഹൃദയമിടിപ്പ് മകൻ വന്നിട്ടേ എയർപോർട്ടിൽ ഇറങ്ങാണ്. അപ്പോൾ അമ്മ എന്താ ചെയ്യുന്നത്? ഓടി ചെന്നിട്ട് കെട്ടിപ്പിടിക്കുക. കണ്ടുക അമ്മയ്ക്ക് തോന്നിയത് മറ്റേ ബാരിക്കേഡൊന്നും അവിടെ പ്രശ്നമല്ല. അല്ലേ, കുട്ടി ആദ്യം പോയിട്ട് പട്ടാളത്ത് പോയിട്ടോ അല്ലേ, പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ ഈ അമ്മയെ കാണുമ്പോൾ മകൻ തിരിഞ്ഞു കിടക്കണേ. പിന്നെ അയാൾ ശ്രാദ്ധ ഓടിക്കേണ്ട കാര്യം ആണോ? 100 വയസ്സായ അമ്മയുടെ കാല് തൊടുന്ന ആൾക്കാരില്ലേ അല്ലേ? 100 വയസ്സായ അമ്മ, 100 വയസ്സായ അച്ഛന്. ഞങ്ങളുടെ നാട്ടിൽ 107 വയസ്സായ ശങ്കുണ്ണി നായർ മരിക്കുന്ന സമയത്ത് മൂത്ത മകന് 80 വയസ്സാണ്. ആ ദിവസം ഞാൻ അവിടെ ചെന്നപ്പോൾ ആ 80 വയസ്സുകാരൻ്റെ മുഖത്തുണ്ടായിരുന്ന ഒരു 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 വിഷാദം. ഈ 80 വയസ്സ് വൃദ്ധനാണ്, അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയൊക്കെ ഉണ്ടാവും. പക്ഷെ ആ പിതൃപുത്ര ബന്ധത്തിൻ്റെ തീഷ്ണതയാണ് അവിടെ. ആ ബന്ധത്തിൻ്റെ തീഷ്ണതയെ ഊട്ടി ഉറപ്പിക്കുന്നതിലാണ് ഈ ശ്രാദ്ധക്രിയ വരുന്നത്. ഉദ്ധായോർസ് ദേവതാം നിധിജാം ദ്വാത്വ ഉപശോധനം കിട്ടുക ആ കർമ്മം നിങ്ങളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ കുടിയൊക്കെ കഴിഞ്ഞ് ദേവാരം ജപം തർപ്പണാദികളൊക്കെ കഴിഞ്ഞ് ആരാണ് വരുന്നത് നോക്കിയിരിക്കുകയാണ്. ആ സമയത്ത് നിങ്ങൾ വരുമ്പോൾ ആ സമയത്ത് എല്ലാ നിമിത്തങ്ങളും നിങ്ങൾ എന്ത് വസ്ത്രം ധരിച്ചു വന്നു, എത്ര ആൾക്കാർ വന്നു, എത്ര ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞു എന്ന് പറഞ്ഞു, നിങ്ങളുടെ ചേഷ്ടകൾ എന്താണ്, മുകളിലേക്ക് നോക്കിയോ താഴേക്ക് നോക്കിയോ, എത്ര അക്ഷരങ്ങൾ കൊണ്ട് പറഞ്ഞു, ഈ കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ്. അതൊക്കെ ദേവൻ്റെ ഹിതമാണ്, ദേവൻ എന്താണ് നിശ്ചയിച്ചുള്ളത് അതുപോലെയാണ് സംഭവിക്കുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഇതിൻ്റെ ഫലം നമ്മൾ പൂർണ്ണതയിലേക്ക് വരിക. അപ്പോൾ ഇതിന് ഉത്സാഹമാണ് പറയുക. നിങ്ങൾ വന്ന് ക്ഷണിക്കുന്ന സമയം 2023 ജൂലൈ മാസം 11-ാം തീയതി രാവിലെ 9:26 നിങ്ങളവിടെ എത്തിയിട്ടുള്ളത്. പ്രഥമ നിവേദനം വൃക്ഷ. ആദ്യമായിട്ട് ദൈവജ്ഞോ ദൈവയിൽ പശ്യ, ദേവനെ പോലെ കണക്കാക്കി അവിടെ പോയിട്ട് ഈ കാര്യങ്ങൾ പറയുന്നു. അതിൽ തിഥോശുഭായാം ശുഭതേ അങ്ങനെ പറഞ്ഞ തിഥോശുഭായാം ശുഭതേ അനുകൂലേ താരേദിനെ ഭാണശുഭഗ്രഹണം പ്രക്ഷേപിതം പ്രാഭൃതാനുഷ്ടം ജ്യോതിർവിധം പ്രാതൃഭേത്യവൃക്ഷേ. അപ്പോൾ തിഥോശുഭായ ശുഭമായ തിഥിയിലായിരിക്കണം എന്നാണ്. ശുഭ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെളുത്ത പക്ഷത്തിൽ തിഥിയായിരിക്കണം എന്നുണ്ട്. തിഥോശുഭ. പിന്നെ രിക്താവൃഷ്ടി സ്ഥിരകരണാനുഹിതേ. രിക്ത എന്ന് പറഞ്ഞാൽ ചതുർത്ഥി നവമി ചതുർദശി ഈ 3 ദിവസങ്ങൾ ഒഴികെയുള്ള ദിവസങ്ങളായിരിക്കണം. അതെ, അതാണ് തിഥോശുഭായ ശുഭ്രായ. അപ്പോൾ നിങ്ങൾ വന്നിട്ട് അതിൽ ആദ്യത്തെ ഫലം ഇത് തിഥി വെളുത്ത പക്ഷത്തിലാണോ എന്നുള്ളതാണ്. അപ്പോൾ അത് കൃഷ്ണപക്ഷത്തിലെ നവമിയാണ്, കറുത്ത പക്ഷത്തേക്കായി. അപ്പോൾ അതിലെന്താ വെച്ചാൽ വെളുത്ത പക്ഷം വളർപക്ഷ ചന്ദ്രനും അതെ വളർന്നുകൊണ്ടിരിക്കുന്ന ചന്ദ്രനും, കറുത്ത പക്ഷമായിരിക്കുമ്പോൾ ക്ഷയിക്കുന്ന ചന്ദ്രനാണ്. അതെന്താ കാര്യം വെച്ചാൽ ദേവൻ്റെ കലകളെ വർദ്ധിക്കുന്ന ചന്ദ്രനാണ് വെളുത്ത പക്ഷമാണെങ്കിൽ. ഇത് ദേവൻ്റെ കലാംശങ്ങൾ കുറഞ്ഞു വരുന്നു എന്നുള്ളത് കറുത്ത പക്ഷത്തിലെ ഈ തിഥി ആയതുകൊണ്ട് സൂചിപ്പിക്കുന്നു. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ദേവൻ്റെ ചൈതന്യാംശത്തിന് ഇങ്ങനെ കുറവ് വരുന്നുണ്ടെന്നും ഈ നമ്മളൊന്ന് നോക്കേണ്ട ഒരു കാലഘട്ടം കുറച്ച് അതിക്രമിച്ചു പോയി എന്നുള്ളതും കറുത്ത പക്ഷത്തിലെ നവമി സൂചിപ്പിക്കുന്നു. പിന്നെ കറുത്ത പക്ഷം ഒരു കാര്യമുണ്ട്, കറുത്ത പക്ഷം നമ്മൾ ഇന്നലെ പറഞ്ഞ മറ്റേ ഈ ഇങ്ങനെയുള്ള പൈതൃക ക്രിയകൾക്ക് ഉള്ള ഒരു കാര്യമാണ് കർത്തവാദനമുള്ള നമ്മൾ ചെയ്യാറ്. ചന്ദ്രൻ്റെ മറുഭാഗമാണ് പിതൃലോകം എന്നുള്ള നമ്മുടെ വിശ്വാസം. പിതൃക്കളായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളോട് ചെയ്യുന്നത് നല്ലതാണെന്നല്ല, അല്ലെ, ദേവനായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഇവിടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ഈ ഇതായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നത് കുഴപ്പമില്ല എന്ന് കർത്തവർഷം സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ നവമി ആയതുകൊണ്ട് ഈ രിക്ത എന്നുള്ള ദോഷമുണ്ട്. ചതുർത്ഥി നവമി ചതുർദശി ഈ 3 ദിവസങ്ങളിൽ രിക്തതാണ്. രിക്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഴിഞ്ഞത് എന്നാണ്, ശൂന്യത എന്നുള്ളൊരു അർത്ഥമുണ്ട്. അപ്പോൾ ഒന്ന് സൂചിപ്പിക്കുന്ന കുറച്ച് കാലം ഇവിടെയൊക്കെ ശൂന്യമായി കടന്നിരുന്നു എന്നുള്ളത് അങ്ങനെ ഒന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ശൂന്യത വരുമ്പോൾ ഈ കല എന്നാണ് പറയുന്നത്, ദേവൻ്റെ കല. കല എന്ന് പറഞ്ഞാൽ കലാത് ഷോഡശോഭാഗ, 16 ഭാഗത്തിനാണ് കല എന്ന് പറയുക. അത് 15 കല എന്ന് പറഞ്ഞത് ഈ ചന്ദ്രൻ കറുത്ത വാവ് കഴിഞ്ഞ് വെളുത്ത വാവാവുന്നത് വരെ 2 നാഴിക വെളിച്ചം വന്നുകൊണ്ടിരിക്കും. പഴയ ആൾക്കാർക്ക് അറിയാം. ഇപ്പോൾ ഇലക്ട്രിസിറ്റി വന്നതിന് ശേഷം ഇപ്പോൾ നമുക്ക് ഈ കറുത്ത വാവും വെളുത്ത വാവൊന്നും അത്ര കൃത്യമായിട്ട് അറിയില്ല. എത്ര നാഴിക രാഹു ചെന്നപ്പോൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 2 നാഴിക അങ്ങനെ കൂടി വരും. അപ്പോൾ എത്രയായി? 18 നാഴിക. 15 2ആയില്ലോ. 15 ദിവസം കൊണ്ട് എന്തായി? ചന്ദ്രൻ പൂർണ്ണമായി, ഒരു പക്ഷമായി. പിന്നെ 15 നാഴിക എന്തായി? പിന്നെ 15 ദിവസം തിരിച്ചല്ലേ. അപ്പോൾ കറുത്ത വാവ് കഴിഞ്ഞ് വെളുത്ത വാവ് വരെ വർദ്ധിക്കുകയും വെളുത്ത വാവിൽ നിന്ന് തളർന്നു വരും ചെയ്യാം. ഇതിപ്പോൾ വെളുത്ത വാവ് കഴിഞ്ഞ് 18 നാഴിക ഇരുട്ടായി അല്ലേ. അപ്പോൾ ഈ കല എന്ന് പറയുന്നത് 16ാമത്തെ കല ശിവൻ്റെ കലയാണ്. അപ്പോൾ ഈ കുടിവയ്ക്കപ്പെട്ട ചൈതന്യത്തിന് കല വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ ആ
നൈസർഗികമായ കലകൾക്ക് അതീതമായി മന്ത്രതന്ത്രാദിസ്ഥാപിത വിഗ്രഹാവലംബത്വം മന്ത്രതന്ത്രാദികളെ കൊണ്ട് ഈ കല്ലിൽ ശിവൻ്റെ ചൈതന്യത്തെ തന്ത്രി സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. ആ സന്നിവേശിപ്പിച്ച കല നമ്മളുടെ ഈ ഉപാസനയ്ക്ക് നമ്മളെ ഉപയോഗത്തിന് അനുസരിച്ച് കുറഞ്ഞു വരും. ഇപ്പോൾ 100 ആൾ തൊഴുന്ന അമ്പലത്തിൽ അത്ര പൗഷ്ടിക കർമ്മം വേണം. തൊഴുമ്പോൾ ഒരംശം നമ്മളിലേക്ക് വരുന്നുണ്ടല്ലോ. അതാണ് അതിൻ്റെ തത്വം. നമ്മൾ തൊഴുന്ന ക്ഷേത്രങ്ങളിൽ ആ വിഗ്രഹത്തിൽ, മനുഷ്യപ്രതിഷ്ഠിതമായ വിഗ്രഹത്തിൽ സ്വയംഭൂ വേറെയാണ്. ആ വിഗ്രഹത്തിൽ നിന്നും ആ കലാംശം ഇങ്ങനെ കുറഞ്ഞു വരിക. ഇപ്പോൾ നമ്മളൊരു പുഷ്പാഞ്ജലി ചെയ്യിക്കുന്നു, പുഷ്പാഞ്ജലി കഴിക്കുന്നു, നമ്മൾക്ക് വേണ്ടി ഭഗവാൻ ഒരു ക്രിയ ചെയ്യുമ്പോൾ ആ കർമ്മം, ആ ക്രിയ എന്നുള്ള ആ ഒരു അംശം കുറഞ്ഞു വരുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന അതുകൊണ്ട് ഇതൊക്കെ ഈ സാധനമൊക്കെ ഇല്ലേ, അതിലൊക്കെ ഈ ഉപയോഗത്തിനനുസരിച്ച് കുറയില്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? അത് കൂട്ടണം. ആ കൂട്ടണ കാര്യങ്ങളാണ് നിത്യനൈമിത്തികാദി കർമ്മങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ക്ഷേത്രമാവുന്ന സമയത്ത് രാവിലത്തെ ക്രിയാദികൾ തുടങ്ങി ഉച്ച കഴിഞ്ഞ് സന്ധ്യ കഴിഞ്ഞ് രാത്രി അത്താഴപൂജ കഴിയുന്നത് വരെയുള്ളതായ ക്രിയാദികളുണ്ട്. അതിൻ്റെ അളവ് നമ്മൾ വർദ്ധിപ്പിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണെന്ത്? ഈ നവകം പഞ്ചഗവ്യം, ശുദ്ധിക്രിയാദികൾ, 25 കലശം, പിന്നെ പഞ്ചകാന്തം ശുദ്ധി, ദ്രവ്യകലശം, നവീകരണ കലശം. ദ്രവ്യകലശമൊക്കെ ശരിക്കും വർഷത്തിലൊരിക്കൽ ചെയ്യേണ്ടതാണ്. കൂടുതൽ നിങ്ങളിവിടെ ഈ ക്രിയാദികളൊക്കെ, അതായത് അമാവാസിയായിട്ട് ബന്ധപ്പെട്ട ക്രിയാദികളൊക്കെ ഉള്ള സ്ഥിതിക്ക് അതിനനുസൃതമായ രീതിയിൽ പൗഷ്ടിക ക്രിയാദികൾ വേണം എന്നാണ്. എങ്ങനെയാണത് വേണ്ടത് നമുക്കൊന്ന് ചിട്ടപ്പെടുത്തണം. അമ്പലത്തിലല്ല, പുറത്താണെങ്കിൽ പോലും ഈ അതെ എങ്ങനെ വേണം, അത് ചെറിയ രീതിയിലെങ്കിലും വേണ്ടി വരും. ബ്രാഹ്മണാനാഞ്ച ഭക്തി, ശരിക്ക് ഇലഹോമം കഴിഞ്ഞാൽ ബ്രാഹ്മണ ഭോജനം വേണം. ബ്രാഹ്മണന് ഭോജനം വേണം. അതിൻ്റെ ഭാഗമാണ്. അതിന് കണക്കുണ്ട്. ആ കണക്ക് ഇപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മളത് ചെയ്യില്ല. അതെ, 1008 ഉരുണ്ടെങ്കിൽ 1008 ബ്രാഹ്മണന് ആലോചിച്ചുകൊണ്ടെന്നാണ്. അതൊന്നും നടക്കില്ല. അപ്പോൾ ക്രിയാംഗമായിട്ടെങ്കിലും തിലഹവനമഭി ബ്രഹ്മണാനാഞ്ച ഭുക്തി. ഇപ്പോൾ ഒരു ഗൃഹസ്ഥാശ്രമിയായ ഒരാൾ ജ്യോത്സ്യൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, എന്ത് സമ്പത്ത് കമ്മിയാണ്, സന്തതി ഇല്ല എന്ന് പറയുമ്പോൾ അയാൾക്ക് റെമഡി അഥവാ പരിഹാരമായിട്ട് പറയാൻ സ്മൃതികളിൽ പറഞ്ഞ കാര്യം എന്താ അറിയോ? എന്ത്? മറ്റുള്ള കർമ്മങ്ങളല്ല, അതിനൊക്കെ പിതൃക്കളുടെ കടം വീട്ടാനാണ്. ക്ഷേത്രപിണ്ഡം, തിലഹവനം, ബ്രാഹ്മണ ഭോജനം മുതലായവ നടത്തി പ്രീതാഹ പ്രേതങ്ങൾ, നമ്മുടെ പൂർവ്വസൂരികൾ സന്തോഷിച്ചാൽ എന്തുണ്ട്? സകലാഹ സമ്പദ, എല്ലാ വിധത്തിലുള്ള ഡെവലപ്മെൻറ്റും ഉണ്ടാവും. സന്തതിം സന്തതികളുണ്ടാവും, പരമ്പരയുണ്ടാവും. ഇതില്ലാതെ ഈ കടം ബാക്കി നിൽക്കച്ചില് ഇതൊന്നും ചെയ്യാതെ, ഇതിനെക്കുറിച്ച് സ്മരിക്കാതെ, ഇതൊന്നും ഓർക്കാതെ, ഇതിന് പ്രാധാന്യം കൊടുക്കാതെ നമ്മൾ പോകുന്ന സമയത്ത് എന്തുണ്ടാവും? നമ്മളുടെ പിതൃക്കളുടേതായ ആ കോൺസെപ്റ്റ് ഉണ്ടല്ലോ, സങ്കല്പം, ആ പിതൃസങ്കല്പം വീക്കായി കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിലും അത് പ്രതിഫലിച്ചു തുടങ്ങും. എങ്ങനെ? അതിൽ കുറച്ച് സൈക്കോളജി ഉണ്ട്. എന്താ കാരണം അറിയോ? ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെക്കുറിച്ച്, നിങ്ങളുടെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ, അതാണല്ലോ ശ്രാദ്ധം. ശ്രദ്ധയോടുകൂടി ചെയ്യുന്നതാണ് ശ്രാദ്ധം. ആ ശ്രാദ്ധം മുതലായ കാര്യങ്ങൾ, അതായത് പിതൃകട, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ അത് ചെയ്ത് കുട്ടിക്കാലത്ത് നമുക്ക് ചോറ് തന്നു. ഇന്നിപ്പോൾ മാതൃഭൂമിയിൽ ഒരു റിപ്പോർട്ടുണ്ട്, അച്ഛൻ മടിയിൽ വെച്ച് ഓണസദ്യ തന്ന ആ മധുരം ഇന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോയില്ല എന്നൊരു റിപ്പോർട്ട് ഇന്നത്തെ മാതൃഭൂമിയിലുണ്ട്. അച്ഛൻ്റെ മടിയിലിരുന്ന് ഓണമുണ്ട ചെറിയ ഒരു ഓർമ്മ ഉണ്ടെന്നാണ്. അച്ഛൻ അമ്മ കുളിപ്പിച്ച് അല്ലേ ആഹാരം തന്ന് അച്ഛൻ്റെ കൈ പിടിച്ചിട്ടോ അല്ലെങ്കിൽ സൈക്കിളുമ്പിലോ, മോളെ കുട്ടിക്കാലത്ത് സൈക്കിളേ ഉള്ളൂ, ബൈക്കൊന്നുമില്ല, അല്ലെങ്കിൽ സ്കൂളിൽ പോയി പഠിച്ച് അല്ലേ തിരിച്ചു വരുമ്പോൾ മിഠായി വാങ്ങിച്ചു തന്ന് വീട്ടിൽ അതെ പിന്നെ ഇഷ്ടമുള്ള ആഹാരം തന്ന് അല്ലേ സിനിമയ്ക്ക് കൊണ്ടുപോയി, പൂരത്തിന് കൊണ്ടുപോയി നടന്ന ആ അച്ഛനെ വർഷത്തിലൊരിക്കൽ ഓർക്കാൻ പറയുകയാണ്. അപ്പോൾ ആ ഓർക്കുന്ന സമയത്ത് നമ്മളറിയാതെ നമ്മുടെ കണ്ണിൽ വെള്ളം വരും. എന്താ കാരണം അറിയോ? മസ്തിഷ്കം അത് സ്വീകരിച്ചു. മസ്തിഷ്കം അത് പോയിട്ടില്ല. ചിലരെന്ത് ചെയ്യും? ജീവിച്ചിരിക്കുമ്പോഴും അവരെ നിഷേധിക്കും അല്ലേ? അത് എങ്ങനെയാണത് ഫലത്തിൽ വരുന്നത് ചോദിച്ചാൽ,
നമ്മുടെ മനസ്സാണല്ലോ പ്രധാനം, മസ്തിഷ്കമാണല്ലോ. ഈ മസ്തിഷ്കത്തിൻ്റെ ഒരു ഭാഗത്ത് കോർട്ടെക്സ് എന്നിട്ടൊരു ഭാഗം ഉണ്ട്. ഇത് ഡോക്ടർമാർക്ക് അറിയാതെ അവിടെ നിന്നാണ് ഈ സംജ്ഞകളൊക്കെ പോകുന്നത്. വൈരാഗ്യവും ഇഷ്ടവും സന്തോഷവും ഒക്കെ അവിടെ നിന്നാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ പൗഷ്ടികമായ അല്ലെങ്കിൽ സന്തോഷപ്രദമായ അച്ഛനെ ഓർക്കുന്ന, അമ്മയെ ഓർക്കുന്ന, എന്തിന് നമ്മൾ സ്കൂളിൽ പഠിച്ച ടീച്ചർമാരെ ഓർക്കുന്ന, അധ്യാപകനെ ഓർക്കുന്ന ആ സമയത്ത് ഈ കോർട്ടക്സിൽ എന്തുണ്ടാവും? നല്ല നല്ല ഒരു പിന്നെ പ്രവേഗങ്ങൾ, ഒരു 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 എനർജി വരികയാണ്. അത് നമ്മുടെ ശരീരത്തിൻ്റെ തലച്ചോറിനെ ആദ്യം അമൃതം പ്ലാവയിത്വം എന്നാണ് മറ്റേ ഭാഷ. എന്നിട്ടെന്തായി? നമ്മൾ അതിൽ നിന്ന് പിംഗല സുഷുമ്ന നാഡികളിലൂടെ പിന്നെ പ്രവേശിച്ച് ആ സാധനം മൂലാധാരത്തിലെത്തി. ആ മൂലാധാരത്തിൽ നിന്ന് വീണ്ടും പിംഗല നാഡികളിലൂടെ പോയി അത് സുഷുമ്നാ ശീർഷത്തിലെത്തി. അത് തലച്ചോറ് മുഴുവൻ വ്യാപിക്കുമ്പോൾ നമ്മുടെ ഹൃദയമിടിപ്പ് മകൻ വന്നിട്ടേ എയർപോർട്ടിൽ ഇറങ്ങാണ്. അപ്പോൾ അമ്മ എന്താ ചെയ്യുന്നത്? ഓടി ചെന്നിട്ട് കെട്ടിപ്പിടിക്കുക. കണ്ടുക അമ്മയ്ക്ക് തോന്നിയത് മറ്റേ ബാരിക്കേഡൊന്നും അവിടെ പ്രശ്നമല്ല. അല്ലേ, കുട്ടി ആദ്യം പോയിട്ട് പട്ടാളത്ത് പോയിട്ടോ അല്ലേ, പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ ഈ അമ്മയെ കാണുമ്പോൾ മകൻ തിരിഞ്ഞു കിടക്കണേ. പിന്നെ അയാൾ ശ്രാദ്ധ ഓടിക്കേണ്ട കാര്യം ആണോ? 100 വയസ്സായ അമ്മയുടെ കാല് തൊടുന്ന ആൾക്കാരില്ലേ അല്ലേ? 100 വയസ്സായ അമ്മ, 100 വയസ്സായ അച്ഛന്. ഞങ്ങളുടെ നാട്ടിൽ 107 വയസ്സായ ശങ്കുണ്ണി നായർ മരിക്കുന്ന സമയത്ത് മൂത്ത മകന് 80 വയസ്സാണ്. ആ ദിവസം ഞാൻ അവിടെ ചെന്നപ്പോൾ ആ 80 വയസ്സുകാരൻ്റെ മുഖത്തുണ്ടായിരുന്ന ഒരു 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 വിഷാദം. ഈ 80 വയസ്സ് വൃദ്ധനാണ്, അദ്ദേഹത്തിന് പേരക്കുട്ടിയൊക്കെ ഉണ്ടാവും. പക്ഷെ ആ പിതൃപുത്ര ബന്ധത്തിൻ്റെ തീഷ്ണതയാണ് അവിടെ. ആ ബന്ധത്തിൻ്റെ തീഷ്ണതയെ ഊട്ടി ഉറപ്പിക്കുന്നതിലാണ് ഈ ശ്രാദ്ധക്രിയ. ആരെ കർത്തൃത്വം ആർക്കാണ്? ശിവനാണ് അല്ലേ? അപ്പോൾ ആ ശിവൻ്റെ പാദത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ തർപ്പണം ഈ പുണ്യസ്ഥലത്ത്, ഈ തീർത്ഥസ്ഥലത്ത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതെന്ത് വേണം? ഇത് കൺട്രോൾ ചെയ്യാനുള്ളതായ സാന്നിധ്യ പുഷ്ടി വരുത്തേണ്ടത് ഇതിൻ്റെ ഉടമസ്ഥന്മാരുടെ കടമയാണ്. അതാത് കാലത്തിനനുസരിച്ച് കാലോചിതമായി. ഇപ്പോൾ 25 കൊല്ലം മുമ്പ് ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ പെര കെട്ടാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾ കോൺക്രീറ്റിൻ്റെ വാഹനം അല്ലേ, അത് ഭൗതികമായ വളർച്ചയെ പോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ എന്ത് ചെയ്യണം? ഞാൻ പറയാം. ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ തത്തുല്യമായ പൗഷ്ടികങ്ങളായ ക്രിയകൾ. അതിലേറ്റവും പ്രധാനമായ ഈ കർത്തവാവുമായി ബന്ധപ്പെട്ട വിഷയം ചെറിയ മട്ടിൽ ഒരു തിലഹോമം കൊല്ലത്തിലൊരിക്കലും അല്ലെങ്കിൽ 4 വാവിന് ചെയ്താൽ മതി. വൈശാഖവാവ്, കർക്കടകവാവ്, തുലാവാവ്, കുംഭമാസ വാവ്. അമ്പലത്തിൽ ചെയ്യാ. അതല്ല അത് ആളുകളുടെ തിലഹോമല്ല. ഇത് ക്ഷേത്രം വകയായിട്ട് നമ്മൾ തിലഹോമം നടത്തണം. ആ തിലഹോമം തന്ത്രി ചെയ്യണം. കാട്ടിൽ നടന്നോട്ടെ, ഒരാൾക്ക് വേണ്ടിയിട്ടല്ല. അതാ 4 പ്രാവശ്യമായിട്ട് ചെയ്തോളുക. അപ്പോൾ പൗഷ്ടികമായി. പിന്നെ ഇവിടെ നടക്കുന്ന പൗഷ്ടിക ക്രിയകൾ എന്താണ്? രാവിലെയുള്ള, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, രാവിലെയുള്ളതായ അഭിഷേകാദികൾ. അതിൽ തൈലാഭിഷേകം, എണ്ണാഭിഷേകം ചെയ്യുക. പിന്നെ നിത്യമായ പുഷ്പാഞ്ജലികൾ, നിത്യമായ കർമ്മങ്ങൾ പുഷ്ടിപ്പെടുത്തുക. പിന്നെ വിശേഷ സമയങ്ങളിൽ ചെയ്യാവുന്ന, അപ്പോൾ പ്രതിഷ്ഠാദിനത്തിന്, ഉത്സവത്തിന് നടത്തുന്ന ചില വിശേഷ ക്രിയാദികൾ, ശിവരാത്രി, തിരുവാതിര, പ്രദോഷം, അതൊക്കെ പൗഷ്ടികമായ കർമ്മങ്ങളാണ്. പിന്നെ അതിനും പുറമേ വേണത് ഒരു കലശം, ദ്രവ്യകലശം, വർഷത്തിലൊരിക്കൽ ദ്രവ്യകലശം നടത്തുക. പിന്നെ നവീകരണം എന്ന് അല്ല, പ്രതിഷ്ഠാദിനത്തിന് നമുക്ക് ഇതല്ലേ പറഞ്ഞത്, എന്ത് ഉദയാസ്തമനല്ലേ. കലശം വേറെ. കലശത്തെ സമയത്ത് വലിയ ആളും ഭാരമൊന്നും ആവശ്യമില്ല. നമുക്ക് ദക്ഷിണായനത്തിനും ചെയ്യാമല്ലോ. ദ്രവ്യകലശമൊക്കെ ദക്ഷിണായനത്തിനും ചെയ്യാം, തിരക്കുണ്ടാവില്ല. ക്രിയകളെ കൊണ്ട് ഈ ചൈതന്യത്തിനെ വർദ്ധിപ്പിക്കുകയാണ്. അപ്പോഴാണ് ഈ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് എന്തുണ്ടാവുള്ളൂ? ചാർജ് തന്നെ. ചാർജ് ഉണ്ടാവും. ആളുകളൊന്ന് കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ബാറ്ററിയുടെ ചാർജ് കുറയും. അതെ, അപ്പോൾ നമ്മൾ വർദ്ധിപ്പിക്കുകയാണേ. പിന്നെ വഴിപാടുകൾ അങ്ങനെ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തലച്ചോറിൽ തോന്നുകയാണേ. എൻ്റെ അമ്മ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ കൈ പിടിച്ച് എൻ്റെ പരീക്ഷയുടെ 2 ദിവസം മുമ്പേ കൂട്ടിക്കൊണ്ടുവന്ന് നല്ല തൊഴുതോളൂ, ഭഗവതിയെ തൊഴുതോളൂ, ശിവനെ തൊഴുതോളൂ, മോനെ നല്ല മാർക്കൊക്കെ കിട്ടും, പഠിച്ച് മിടുക്കനാകും എന്ന് പറയില്ലേ. ആ പറയുമ്പോൾ എന്തായി?
ഇയാളെ തലച്ചോറ് എന്തായി, വികസിച്ചു, രക്തപ്രവാഹം കൂടി, അയാൾക്ക് ഓർമ്മശക്തി വർദ്ധിച്ചു. 3 മാസം മുമ്പേ പഠിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം അയാൾക്ക് ഓർമ്മയിൽ വരും. അയാൾ പരീക്ഷ എഴുതും, പാസ്സാവും, റാങ്ക് കിട്ടും. അല്ല, വിഷയം മനസ്സിലായോ? എങ്ങനെയാണ് ഈ വഴിപാട് കഴിച്ചാൽ മാർക്ക് കിട്ടുമെന്ന് ഒരാൾ ചോദിക്കുകയാണ്. വഴിപാട് കഴിച്ചാൽ മാർക്ക് കിട്ടും. വഴിപാട് കഴിച്ചാൽ രോഗം മാറുമോ? രോഗം മാറും. എങ്ങനെ? ആ ഇന്ന കാര്യം ചെയ്യുന്നു എന്ന തോന്നൽ, ഇപ്പം മൃത്യുഞ്ജയ ഹോമം ചെയ്യുന്നു എന്ന തോന്നൽ ഈ രോഗിക്ക് ഉണ്ടാവുകയാണ്. ഡോക്ടർക്കും അങ്ങനെ തന്നെയാണ്. ആ തോന്നൽ. പിന്നെ ഒരു കാലമൃതി ഉണ്ട്. അതിനിപ്പോൾ നമ്മൾ ആരും ഒന്നും ചെയ്യാറില്ലല്ലോ. നമ്മൾ തന്നെ അച്ഛനും മുത്തശ്ശനായിട്ടുള്ള ആൾക്കാർ 90-100 വയസ്സായി ഡിസേബിൾഡായി അല്ലെങ്കിൽ ബെഡ് സോറായിട്ട് കിടക്കുമ്പോൾ നമ്മൾ ധാര കഴിക്കുന്നത് എന്തിനറിയോ? എന്തിനാ? മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. കഴിക്കാറുണ്ട്. തിരുനാവായയിലെ താമരമാല എന്തിനാണെന്നറിയാം? വേഗം അങ്ങോട്ട് പോകാൻ. അതിലെ അപ്പോൾ അത് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സിൻ്റെ, മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൻ്റെ, മനുഷ്യൻ്റെ ഹൃദയത്തിനെ സ്പർശിക്കുന്ന ക്രിയാദികളാണ് ഈ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ. കണ്ടില്ലേ? മഹാക്ഷേത്രങ്ങളൊക്കെ ഇതൊക്കെ മുന്നിലൊക്കെ ചെന്നിട്ട് പൊട്ടിക്കരയാണ് ആളുകളെ. എന്താ കാരണം? തൻ്റെ മനസ്സിൻ്റെ എല്ലാ ഭാരങ്ങൾ കുന്നിൻ്റെ മുകളിൽ കയറി അയ്യപ്പൻ്റെ കാക്കിൽ ഇറക്കി വയ്ക്കുക. ഗുരുവായൂരപ്പൻ്റെ ഉള്ളിലേക്ക് കയറാൻ സമയമില്ല. പുറത്ത് ദീപസ്തംഭത്തിൻ്റെ അവിടെ നിന്നിട്ട് തല പൊന്തിച്ച് സന്ധ്യാകുമ്പോൾ ദീപാരാധന തോന്നുന്ന ആൾക്കാരെ കണ്ടില്ലേ? ശരിക്കുള്ള അതാണ് യഥാർത്ഥ ഭക്തിയെ. അത് മനസ്സ് തട്ടിയുള്ള ഭക്തിയാണ്. മറ്റെല്ലാം മറന്ന് കൃഷ്ണാന്ന് വിളിക്കുകയാണ്. ആ മനസ്സ് തുറന്നിട്ടുള്ള വിളി, ആ വിളി കേൾക്കുമ്പോൾ ഇവിടുന്ന് എന്ത് കിട്ടണം? ഇവിടുന്ന് മറുപടി കിട്ടണം. ആ മറുപടി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ കല്ലാവുന്ന ഭൗതികമായ ശിവലിംഗത്തെ അല്ലെങ്കിൽ ദേവീബിംബത്തെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെപ്പോഴും അതിനെ ചാർജ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. ആ ചാർജ് എന്നുള്ള വാക്ക് ശരിക്കും ഉപയോഗിക്കാൻ പാടില്ല, പക്ഷെ മനസ്സിലാവുന്നതാണ്. അതാണ് അത് വേണം എന്ന് കാണിക്കുകയാണെന്ത്? ഈ കറുത്ത വാവില് നവമി രിക്ത എന്ന ദോഷം. അത് അങ്ങനെയാണല്ലോ. ഒരു പാത്രത്തിൽ ചെമ്പിൽ ഒരു പാത്രം നമ്മളിപ്പോൾ ചുക്കുവെള്ളം കൊണ്ടു വെച്ചു. ആദ്യത്തെ പന്തി കഴിഞ്ഞു, രണ്ടാമത്തെ പന്തി കഴിഞ്ഞു. ഇതണക്കാരൻ എന്താ ചെയ്യുക? അടുത്ത കുടം കൊടന്ന് ഒഴിക്കും. ചിലപ്പോൾ എന്താ ചെയ്യണം? മഹീപതശ്ച കർത്തുശ്ച തത്തൽ ഗ്രാമാധിപത്യ. രാജാവിനും ഗ്രാമാധിപതിക്കും എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവണേ. യാവൽ സൂര്യശ്ചന്ദ്രശ യാവൽ തിഷ്ഠതി മേദിനി. സൂര്യചന്ദ്രന്മാരും ഭൂമിയുള്ളിടത്തോളം കാലം ഈ ദേവന്റെ ചൈതന്യം വർദ്ധിച്ച് വന്ന് അവർക്ക് അനുഗ്രഹം കിട്ടണേ. ലോകാനുഗ്രഹത്യർത്ഥം. ഈ ലോകത്തെ മുഴുവൻ, എനിക്ക് മാത്രമല്ല, എനിക്കും എൻ്റെ ഭാര്യ മക്കൾക്കല്ല. ശിവം തന്നെ മംഗളം എന്നർത്ഥമാണ്. കല്യാണം മംഗളം ശിവം. അപ്പോൾ എല്ലാ മംഗളങ്ങളും ഉണ്ടാക്കണേ, നിത്യാഹിതങ്ങൾ ഉണ്ടാക്കണേ, ഉണ്ടാവരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ആ ക്രിയയാണത്. ആൻഡ് വൈസ് വേഴ്സ. ഇത് നടന്നില്ലെങ്കിൽ അത്യാഹിതങ്ങളുണ്ടാവും, അനർത്ഥങ്ങളുണ്ടാവും എന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് നവമി ദിവസം നിങ്ങൾ ദിവസം നോക്കാതെ നിങ്ങൾ വന്നിട്ടുണ്ടാവുക. ഞാൻ എന്നാളുള്ള ചോദിച്ചു പറഞ്ഞു വന്നു. അത് യാദൃശ്ചികമാവണം. അപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഫലം കിട്ടും. പറയും പ്രശ്നം വയ്ക്കേണ്ട സമയം പറയേണ്ടതാണ്. എന്നാലും അവിടെ തൽക്കാല നിമിത്തം ഒരു കുട്ടിക്ക് ചോറ് കൊടുക്കുന്നതാണ്. പാർട്ടി വന്ന് കാത്തിരിക്കുകയാണ്. അവരെ മാറ്റി നിർത്തിയിട്ടാണ് ഞങ്ങൾ ഈ പ്രശ്നത്തിന് അത് ഒരുക്കേണ്ടി വന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഒരു കാര്യം എന്താ വെച്ചാൽ ഈ സന്താന സിദ്ധിക്ക് വേണ്ടിയിട്ട് ദേവനെ പ്രാർത്ഥിക്കാം. സന്താനം ഉണ്ടായാലേ ചോറോണം ഉണ്ടാവുള്ളൂ. സന്താനസിദ്ധിക്കായിട്ട് വിശേഷമായിട്ടുള്ള വഴിപാടുകൾ ഈ ദേവന് ചെയ്യാന്നുള്ളത് ഒരു ലക്ഷണമാണ്. ഈ അശ്വതി നക്ഷത്രത്തിൽ തന്നെ ഒന്ന് ക്ഷണിക്കുക. അശ്വതിയുടെ വേറെ കാര്യമുണ്ട്. അശ്വതി പ്രത്യേക ഒരു ഭാഗത്ത് വന്ന് ആദ്യത്തെ 15 നാഴികയുടെ ഉള്ള വരുന്ന വെച്ചാൽ ദോഷമാണ് ശരിക്കും. രണ്ടാമതെന്നാ പറയാം, രണ്ടാമത്തെ സ്വജനാപത്ത്. നമ്മൾ കൂടിയിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ബന്ധപ്പെട്ട ആൾക്കാർക്ക് അപകടം സംഭവിക്കുന്നതൊക്കെയാണ്. അതൊക്കെ വിട്ടുമാറി അശ്വതിയുടെ 3-ാം പാദത്തേക്ക് വന്നു കേട്ടോ. ഒരു അതിൽ പ്രാഥമിക ലക്ഷണം അതാണ്. ദേവനെ സന്താന സിദ്ധ്യർത്ഥമായിട്ട് ദേവനെ പ്രാർത്ഥിക്കാമെന്നും ഒരു കാര്യം ദേവനെ നേദിച്ചത്, ദേവന്റെ നേദിയാണ് മുമ്പ് കൊണ്ടിരിക്കണേ. ദേവനെ നേദിച്ചത് ഔഷധമായിട്ട് സന്താന സിദ്ധിക്കായിട്ട് ഉപയോഗിക്കാന്നുള്ള ഒരു സൂചന അതിൽ കാണിക്കുന്നുണ്ട്. അശ്വതി നക്ഷത്രം അതാണ് വൈദ്യന്മാരല്ലേ. അപ്പോൾ ഈ നമ്മൾ ആ ചോറുകൊണ്ട് ലക്ഷണവും കൂടി ഉണ്ടായതുകൊണ്ടേ ആ ദേവന്റെ നൈവേദ്യം സന്താന സിദ്ധിക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാന്നുള്ളത് അഞ്ജലി വിവാഹമല്ലേ, ശനി ദേവകളാണ്. പിന്നെ ആ തുടക്കമാണല്ലോ മേഷാശ്വപ്രഥമാശയ. അശ്വതി നക്ഷത്രവും പിന്നെ മേടൻ രാശിയും കൂടി ആരംഭിക്കുന്നതാണല്ലോ. ഇന്നത്തെ പ്രാദേശികവാസികളായ ആളുകൾ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നോ, രാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിക്ഷോഭമാണ് ശരിക്ക്. ഈ പിന്നെ
അതെ. അപ്പോൾ ചൊവ്വയുടെ ദൃഷ്ടി, ശനിയുടെ ദൃഷ്ടി, രാഹുവിൻ്റെ ബന്ധമൊക്കെ ഉണ്ടായതല്ലേ ഒരു കാലഘട്ടത്തിൽ പ്രകൃതിക്ഷോഭങ്ങളായിട്ടുള്ള അതിമാരുതൻ വലിയ രീതിയിലുള്ളതായ കൊടുങ്കാറ്റും മഴയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ ദേവനെ ഇവർ ആശ്രയിച്ചിരിക്കാം. ആര്? അന്നത്തെ ദേശവാസികളായ. അതെ. ഇവിടെ ഈ മാത്രമല്ല, ഈ അശ്വതി നക്ഷത്രം ആവുക, ഇവിടെ ഈ ലഗ്നാധിപനായ ഗ്രഹന് അന്നത്തെ ലഗ്നം എന്താ? ചിങ്ങലഗ്നം. 11 സൂര്യൻ അല്ലേ? എന്താ ഗ്രഹസ്ഥിതി? ലഗ്നത്തിൽ ചൊവ്വ ശുക്രന്മാർ. പിന്നെ ശനി ദൃഷ്ടി, വ്യാഴദൃഷ്ടി അല്ലേ? ചൊവ്വയുടെ യോഗം, ശുക്രൻ്റെ യോഗം ആണ്. ഉണ്ട്. അപ്പം എങ്കിൽ പോലും 9 നിൽക്കുന്ന വ്യാഴചന്ദ്രന്മാർ നന്നായില്ലോ. വ്യാഴം പൊതുവെ ഈ ലഗ്നാധിപനായ ഗ്രഹം അന്നത്തെ രാശിയിൽ 9 നിന്നു, ഇവിടെ 5 വന്നതുകൊണ്ട് തപസ്വി എന്നൊരു ഫലമുണ്ട്. അപ്പോൾ ഏതോ ഒരു അനാദി കാലഘട്ടത്തിൽ ഇവിടെ തന്നെ തപസ്വിയായിരുന്ന ഒരു വ്യക്തി, തപസ്വി, അത് ബ്രാഹ്മണനാണോ ക്ഷത്രിയാണെന്നില്ല, ഇവിടെ ഉണ്ടായിരുന്ന ഋഷീശ്വരൻ. അപ്പോൾ അവിടെ ഈ പ്രദേശത്ത് തപസ്സനുഷ്ഠിച്ചിരുന്നതായ ഒരു വ്യക്തി, ഒരു ഋഷീശ്വരൻ, ഒരു യോഗീശ്വരൻ എന്നൊക്കെ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഒരു സന്യാസി എന്നൊക്കെ പറയാം. ഇവിടെ ഇപ്പോൾ ഈ സ്വതേ പറയുകയാണെങ്കിൽ ഈ വൈദ്യത്തിന് പ്രാധാന്യമുള്ള പരമ്പരയ്ക്ക് സ്വതേ നമ്മൾ ഈ ചാർവാകന്മാരെന്നാണ് പറയുക. അല്ലെങ്കിൽ ഈ മറ്റേ രീതിയിൽ എന്താ പറയുക, ചതുരാധിപരിജാതാ പൃഥഗ്ഗീരികൈ ശാക്യ ആജീവ ഭിക്ഷു വൃദ്ധ ചരക നിർഗന്ധി വന്യഷ. ശാക്യ, ആജീവക, ഭിക്ഷു, വൃദ്ധൻ, ചരകൻ. അപ്പോൾ ആ ചരക സമ്പ്രദായത്തിലുള്ളവരാണെന്ത് ശരിക്ക് ഈ വൈദ്യം, അങ്ങനെയുള്ള യോഗീശ്വര പരമ്പരയിൽപ്പെട്ട ചില വ്യക്തികൾ അന്നത്തെ കാലത്ത് ഇവിടെ വന്ന് ഇവിടുത്തെ ദേശവാസികളായ ആളുകളുടെ രോഗം മനസ്സിലാക്കി അവർക്ക് വേണ്ട ചികിത്സകൾ, ഔഷധങ്ങൾ കൊടുത്ത് ഇവിടെ താമസിച്ച്, ഈ മലമുകളിൽ താമസിച്ച്, ഈ കോടേരി കുന്നിൻ്റെ മുകളിൽ ധാരാളം ഔഷധങ്ങളുണ്ട്. അത് കളക്ട് ചെയ്യുക, അത് ചെയ്തിട്ട് ഇവിടുത്തെ ആളുകാർക്കും ഈ ഔഷധങ്ങളില്ലാത്ത സ്ഥലത്തേക്ക് ഈ ഔഷധങ്ങളെ എടുത്തു കൊണ്ടുപോയി അവർക്കും കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരിക്കണം. അങ്ങനെ അവരുടെ മുന്നിൽ ഏതാണ്ട് ഈ ഒരു പ്രത്യക്ഷീഭൂതമായ മേടൻ രാശി സൃഷ്ടിരാശി ആയതുകൊണ്ടും ഈ മേഷാശിപ്രഥമ നവക്ഷചരണ ചക്രസ്ഥിതാരാശിയോ എന്ന ആ മൂല സ്വഭാവത്തെ കാണിച്ചതുകൊണ്ടും ഒരു പക്ഷേ ഇത് ചന്ദ്രനും അങ്ങനെ തന്നെയാണല്ലോ. ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം വൃശ്ചികൻ രാശിയിലാണ് സ്ഥിതി. മൂലങ്കാലദ്രോഹ സ്മൃതി വിഭജിച്ചൊരു ശാഖാതി അന്യഗ്രഹ, അത് വൃശ്ചികൻ രാശിയായി വന്നതുകൊണ്ട് ഒരു പുനർഭൂത്വം ഉദ്ദേശിക്കാവുന്ന രാശിയാണല്ലോ വൃശ്ചികം, സൂര്യനാണെങ്കിൽ പോലും. ഇവിടെ മഹാസാന്നിധ്യവതിയായിട്ടുള്ള ചന്ദ്രൻ. അപ്പോൾ അതിവിശിഷ്ടമായ ഔഷധങ്ങളെ അന്വേഷിച്ച് വന്ന ഒരു സന്യാസി അല്ലെങ്കിൽ ഒരു അവധൂത വിഭാഗം ഇവിടെ ഒരു കാലത്തുണ്ടായിട്ടുണ്ട്. അവർക്ക് മുന്നിൽ പ്രത്യക്ഷമായിട്ടുള്ള ഈ വൈദ്യനാഥൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താ പറയുക ശിവപാർവതിമാരായിരിക്കാം ആദ്യമായിട്ട് ഇവിടെ ആരാധന ഉണ്ടാവുക. അപ്പോൾ ഏതോ ചില അപൂർവ ഔഷധ സസ്യങ്ങളുടെ സങ്കേതമാണ് ഇവിടെ. നമുക്കറിയില്ല, അത് ഇപ്പോഴും അറിയില്ല. ഇരുന്ന് എൻ്റെ മണം കേട്ടാൽ ആര് മയങ്ങും? മയങ്ങി വീഴും. അങ്ങനെയാണ് മൂപ്പര് ശരിയാക്കണത്. അപ്പോൾ കീരി മരുന്ന് കൊടുക്കാൻ അങ്ങനെ അതിഗംഭീരമായ നമ്മളൊന്നും അറിയാത്ത. അപ്പോൾ അതേമാതിരി പക്ഷബലം, ഇപ്പോൾ ബ്രഹ്മി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ആയുർവേദത്തിൽ. ഈ ബ്രഹ്മി വെളുത്ത പക്ഷത്തിലെ പൂയൻ നക്ഷത്രത്തിന് പറയ്ക്കുന്ന ബ്രഹ്മിക്ക് ശക്തി കൂടും. വെളുത്ത പക്ഷത്തിലെ പൂയൻ നക്ഷത്രത്തിന്. അങ്ങനെ ഈ തിരുനാവായ മോസിൻ്റെ അടുത്തൊക്കെ അപൂർവങ്ങളായ ചില ഹെർബൽസിൻ്റെ ഉപയോഗം പറ്റും. വെളുത്ത വാവ് ദിവസം ഭാരതപ്പുഴയിൽ മുളയ്ക്കുന്ന ചില വൃക്ഷങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഗവേഷണത്തിലുണ്ടായിരുന്നു. ഇപ്പോഴും നമ്മൾ ഗവേഷണം നടത്തല്ലേ. ഇപ്പോൾ കൊയേന എന്നുള്ള ചെടി ആരാ കണ്ടുപിടിച്ച്? എന്താണ് പേര്? ഹിപ്പോക്രാറ്റ്. അടുത്തൊക്കെ ഒന്ന് പെപ്പറേറ്റിനല്ല, ഹിപ്പോക്രാറ്റ് കണ്ടുപിടിച്ചതെന്നാണെന്ത് ഈ പറയുന്ന 500 ചില്ലാനം എന്തുണ്ടായി? ആൻറ്റിബയോട്ടിക്സ് അല്ലേ?
100 കൊല്ലങ്ങൾക്ക് മുമ്പ് 2-3 ഉണ്ടായിരുന്നപ്പോൾ 500ഓളം ആൻറ്റിബയോട്ടിക്സ് ആയില്ലേ. ഇപ്പോൾ ആൻറ്റിബയോട്ടിക്സിൻ്റെ അപ്പുറത്തേക്കുള്ള സാധനങ്ങൾ വന്നപ്പോൾ ഇല്ലേ, ഇപ്പോൾ മറ്റാളുടെ മുമ്പിൽ ആൻറ്റിബയോട്ടിക്സൊക്കെ മാക്സിമം തൊണ്ടവേദനയ്ക്കുള്ള മരുന്നിൽ നിന്നു നമ്മൾ. പിന്നെ അതിൻ്റെ ഭാഗം ആര് കീഴടക്കി? വേറൊരു പ്രത്യേക മരുന്ന് അല്ലേ, ബ്രാൻഡ് പേര് പറയുന്നില്ല, കീഴടക്കി. അതിൻ്റെയൊക്കെ അടിസ്ഥാനം ഈ കൊയന എന്നുള്ള ചെടിയാണ്. അപ്പോൾ നമ്മളുടേതായ പ്രാദേശികമായ ട്രോപ്പിക്കൽ മെഡിസിൻ, ഇപ്പോൾ ഉദാഹരണത്തിന് പറയാം അമൃതാരിഷ്ടം എന്ന് നമ്മൾ ആയുർവേദത്തിൽ പറയുന്ന സാധനം. അമൃത പറഞ്ഞ ചിറ്റമൃതാണ്. ഇവിടെയൊക്കെ ഉണ്ടാവും സാധനം, ചിറ്റമൃതം ഉണ്ടാവും. കുറുന്തോട്ടി നമ്മൾ പറയാറില്ലേ, ചുക്കില്ലാതെ കഷായമില്ല അല്ലേ, കാട്ടുതിപ്പലി അല്ലേ, കാട്ടുമുളക്, അതൊക്കെ എവിടെ ഉണ്ടാവണം? അന്ന് മെഡിക്കൽ ഷോപ്പ് കിട്ടില്ല, കിട്ടുക. അത് പിന്നെ ആർഷമായ ശ്രേഷ്ഠമായ വൈദ്യമാണെങ്കിൽ അതിൻ്റെ അപ്പുറത്തുള്ള ഈ ചില പ്രയോഗങ്ങളുണ്ട്. പറയാം അതെന്താണ്? ഈ പറഞ്ഞ മരങ്ങളായിട്ടുള്ള അണ്ണാങ്കൊടി, കാട്ടണ്ണക്കര ഒരു സാധനം കേട്ടിട്ടുണ്ട്. കാട്ടിലുണ്ടാകുന്ന അണ്ണക്കര, ഇടിഞ്ഞിലൊക്കെ അതിൻ്റെ തോല് ഒരു കാലഘട്ടത്തിൽ ഈ എല്ലിൻ്റെ ചികിത്സയ്ക്ക് ചോദിച്ചു. കാട്ടണ്ണക്കരയും ഇടിഞ്ഞിലിൻ്റെ തോലും. അണ്ണാങ്കൊടി വള്ളിയാണ്. അപ്പോൾ ചിറ്റമൃത് നെയ്യിൽ മുക്കി ത്രയംബക മന്ത്രം ജപിച്ച് ഹോമിക്കുന്നത് പനി മാറും. ഉദാഹരണം തീവ്രജ്വരേ തീവ്രതരാഭിചാരേ, തീവ്രമായ ജ്വരം മാറുന്നതാണ്. ഉപയോഗിക്കുന്ന സാധനം എന്താണ്? ചിറ്റമൃത്, പനിക്കുള്ള ഔഷധമാണ് അമൃതാരിഷ്ടം. എന്താ അതൊരു പക്ഷാന്തരം. ഇപ്പോൾ ഇന്നും ചില രാജ്യങ്ങളിൽ ഇൻഡിജീനിയസ് മെഡിസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഉദാഹരണം ചൈന. ഇപ്പോൾ നമ്മൾ ചൈനയിൽ നിന്ന് വരുന്ന ഈ തോണ്ടി തേക്കുന്ന സാധനമൊക്കെ ഇല്ലേ, അതൊക്കെ അവിടുത്തെ ചില മരുന്നുകളാണ്. പിന്നെ റീജോയിനേഷനോ ഉപയോഗിക്കുന്ന ഈ ചില മരുന്നുകളുണ്ട്, ചില വേരുകളാണത്. നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ഈ ചില മരുന്നിന് തത്തുല്യമായ ചില വേരുകൾ കേട്ടില്ലേ? ജിൻസങ് എന്നൊക്കെ കിട്ടില്ല, അത് വേരാണ്. ജിൻസങ് ഒരു ചൈനയിലുണ്ടാവുന്ന ഒരു വേരാത്. ഇവിടെ നമ്മൾ ഈ പിന്നെ ആയുർവേദത്തിലുള്ള ചില വേരുകൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല. അശ്വഗന്ധം, അമുക്കുരൊക്കെ ഉപയോഗിക്കുന്നതിന് ഈക്വാലൻ്റ് ആയിട്ട് ചൈനക്കാർ ജിൻസങ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രാദേശികമായതും വന്യമായതുമായ വന്യ ഔഷധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, കാട്ടിലുള്ളവരുടെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ, രാത്രിയിൽ വെളിച്ചം കൊടുക്കുന്ന ഔഷധം ഉണ്ടെന്ന് കേൾക്കാണ്ട്. രാത്രിയിൽ ആ ചെടി പൊട്ടിച്ച് ഇവിടെ വെച്ചാൽ മിത്രം. നമ്മളങ്ങനെ പറയുമ്പോൾ നമ്മൾ പഴമയിലേക്ക് പോയി നമ്മൾ തനി ധരിച്ചു പോരുത്, ചെവിയിൽ വെച്ചു എന്നാണ്. അത് തൈലമാണ്. ഇത് വെച്ച് ചെവിയിൽ വെച്ചാൽ എന്താണ്? അത് വെളിച്ചം കണ്ടു എന്നാണ്. അതേപോലെ തന്നെ നേത്രശുദ്ധിക്ക് വേണ്ടിയിട്ട് ഇപ്പം ഈ തിരുവണ്ണാവായ മൂസൻ്റെ മകൻ്റെ അടുത്ത് കണ്ണിന് രോഗം വന്നപ്പോൾ അദ്ദേഹം ഒരു പ്രത്യേക പാല്, കർണാടകത്തിൻ്റെ പാല് കൊടുക്കുന്നതാണ്. ഒക്കെ നീറി ഇയാൾ പോയിട്ട് കിടന്നതൊക്കെ വൈക്കോലിലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ണിന് നല്ല സുഖമുണ്ട്. ആ വൈക്കോലിനുള്ളൊരു മൂർഖൻ്റെ പാമ്പിൻ്റെ വിഷം ചീറ്റി എന്നൊക്കെയാണ് കഥയാണെങ്കിൽ പോലും. മൂർഖൻ പാമ്പിൻ്റെ വിഷം മരുന്നല്ലേ, ആൻറ്റിവെനം അല്ലേ, ആൻറ്റിവെനം ഉണ്ടല്ലോ. വയറുവേദനോടെ എന്താ ആ തെച്ചമ്പളത്ത് പോയി ഇവരെ വലിച്ച് വെള്ളം കുടിച്ചാൽ കൊടുക്കണം. അതൊരു ചായ പെരുമ്പാമ്പിനെ തെയ്യം ഇന്നലെ ചത്ത കൊടുക്കണം. പായസം കുറച്ച് ഉണ്ടാക്കാനും പറഞ്ഞത്ര, മേല് തേക്കാനും പറഞ്ഞത്ര. ഇയാളെ ചൊറി മാറി. ശർക്കര പായസേ തവിട് കളയാത്ത അരിയിൽ പായസം വെച്ചിട്ട് മേല് തേക്കാൻ പറഞ്ഞതാണ്. അത് അയാളെ ചൊറി മാറി, വയറുവേദന മാറി. വയറുവേദനയ്ക്ക് എന്താ കാരണം? ഇയാളുടെ ദേഹത്തിലുള്ള അണുക്കൾ വയറ് കയറിയിരുന്നു. ഈ പായസം അകത്തേക്ക് വന്നു, വയറ്റുന്ന് പോയി, ദേഹത്ത് തെച്ചു, ദേഹം ശരിയായി. ഇതൊന്നും ഐതിഹ്യങ്ങളൊന്നും കേട്ടോ. അതൊക്കെ അയണേ അയണില്ല, അയണില്ല, കറുത്തളിൽ അയണില്ല. അപ്പോൾ ഇങ്ങനത്തുള്ള ഓരോ കാട്ടിലുണ്ടാവുന്ന അത്യത്ഭുതങ്ങളായ ഔഷധങ്ങളുടെ ഒരു സങ്കേതമാണ് ഇവിടെ. ഇന്ന് നമുക്ക് അശ്വനി ദേവകള്, അശ്വതി നക്ഷത്രം, മേടൻ രാശി, ഗർഭുണ്ടാവുന്നതാണ് അശ്വതി ദേവകള്. അതെ, ആദ്യത്തെ ചൂട് സഹിക്കാണ്ട് ഭാര്യ തെറ്റി പോവാണ്.
അങ്ങനെ കഴിയുമ്പോൾ അപ്പോൾ സൂര്യൻ്റെ വേറൊരു വിവാഹം കഴിക്കും. അതിനിടെയാണ് ഈ ശനിഗ്രഹമൊക്കെ. ശനി അതാണ് മാർത്താണ്ഡനായത്. പിന്നെ ആദ്യം മറ്റേ മഴ പേര് വിളിച്ചു കണ്ടെത്തിയപ്പോൾ എന്ത് ചെയ്തു, അത് പ്രാപിക്കും. അത് കുതിരവേഷം കൊണ്ട് തപസ് ചെയ്തത്. അപ്പോഴാണ് ഈ അക്ഷരദേവം ഉണ്ടാക്കുന്നതാണ്. സൂര്യപുത്രന്മാരാണ് ഇവര്. സൂര്യപുത്രന്മാരാണ്. അങ്ങനെ കഥയില്ല. അതുണ്ടാവുമല്ലോ. കഥ വിശാലം ഞാൻ പറഞ്ഞുതരാം. പേരൊക്കെ ചാട്ടൊക്കെ ഇട്ടു. അപ്പോൾ പേരോട് തോന്നില്ല. രണ്ട് വരമാണ്. ഒന്ന് സ്വാഹ ചന്ദ്രൻ്റെ വരയാണ്. ചന്ദ്രൻ്റെ വരയാണ്. ഇത് ജ്വാലയല്ല. സ്വാഹ അഗ്നി സൂര്യനെ ചൂട് സഹിക്കാണ്ടേ വരൊന്നും പോയി റെസ്റ്റ് എടുക്കാൻ പോയതാണ്. എന്തായാലും ഇവിടെ ഔഷധ പ്രാധാന്യം ഉണ്ട് കേട്ടോ. നിനക്കിനി ഭാവിയിലൊക്കെ വന്നു കഴിഞ്ഞാലേ ഇവിടെ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയുർവേദത്തിന്റെ മെഡിക്കൽ ക്യാമ്പോ കർക്കിടക മാസത്തിലെ ഔഷധോ ഒരു 30 ദിവസം. ഞാനൊരു കാര്യം പറഞ്ഞേ, സന്താന സിദ്ധിക്കായിട്ടുള്ള ഔഷധം എന്നുള്ളതേ ആ ഒരു ചോറൂന്ന് സന്താന സിദ്ധിക്ക് ഇവിടെ ഭജിച്ചാൽ മതി. ഭജിച്ചാൽ തന്നെ ഗുണങ്ങൾ കിട്ടും. അത് നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. ഇവിടെ നടത്തുന്ന വഴിപാടുകൾ, ഇവിടെ നടത്തുന്ന ധാര, ഇവിടുത്തെ മൃത്യുഞ്ജയ ഹോമം, കർഗഹോമം, ഇതൊക്കെ സന്താന ശ്രേയസിന് വിശേഷമാണെന്ന് പറഞ്ഞാൽ ബാക്കിയൊക്കെ അതിൽ പിന്നെ ആൾക്കാരായിക്കോളൂ. നമ്മൾ ഒന്നിനും ഇന്നത് എന്ന് പറയണ്ട. അതെ, ഗുണങ്ങളുണ്ടാവില്ല. അല്ല, അത് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതല്ല, ഇത് ഇപ്പോൾ വിവാഹം കഴിഞ്ഞാലേ സന്താനം ഉണ്ടാകും. അപ്പോൾ സന്താന ശ്രേയസിന് കുറച്ച് കേമത്തുണ്ടെന്നും കൂടി നമ്മൾ അറിയിക്കണം. അപ്പോൾ ആൾക്കാർ പിന്നെ രോഗശാന്തിക്ക് അതാവും. നമ്മളവിടെ താഴത്തൊരു ലഘീർദന്റെ ഒരു പാപ്പുണ്ട്, നാരായണ വൈദ്യര്. പുള്ളി ഈ സന്താനത്തിൽ ഒരു മരുന്ന് ഉണ്ടാക്കി കൊടുത്തിരുന്നു. പഴയ വൈദ്യന്മാരാവും. എന്തായാലും അതിന് ഒക്കെ സന്നദ്ധനായ ഒരു ദേവനാണത്. താരം നന്നായില്ല. പിന്നെ കുട്ടികൾക്ക് ചോറ് കൊടുക്കാൻ പറ്റിയ ദിവസമാണെന്ന് ഗണ്ണാന്തൊന്നുമില്ല. അപ്പോൾ ശുഭമായിട്ടുള്ള താരമാണ്, അനുകൂലമാണ്. ഇവിടുത്തെ എന്താ നക്ഷത്രം? പുണർതല്ലേ? അല്ലേ? ദോഷങ്ങളൊന്നുമില്ല. അപ്പോൾ ശ്രേഷ്ഠതയിൽ ഭാവി നന്നാവുന്നതാണല്ലേ. എന്താണ് ഇതിൻ്റെ ഫലം വന്നാൽ, ശരിക്കും വന്നാൽ സാധാരണഗതിയിൽ അല്ല, അത് ദോഷമില്ലയോ? അപ്പോൾ ഇന്നുള്ള നേദ്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ ദേവൻ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളൊരു ഫലം കൂടി ഉണ്ട്. ഇതും കൂടി ആവാം ഈ പറഞ്ഞ പിന്നെ ഔഷധങ്ങളോട് ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങൾ. പ്രത്യേകിച്ച് ചില നെയ്യ് ജപിക്കുക ഭജിക്കുന്ന ആളുകളുണ്ട്. പിന്നെ നേരത്തെ തിരുമേനി പറഞ്ഞില്ലേ, കഴുത്തിൽ നീലയും തലയിൽ വെള്ളയും. ഈ മറ്റേ മാനസിക വിഭ്രമാദികൾക്ക് ഇവിടെ ജപിച്ച് വാങ്ങിക്കുന്ന ഔഷധം സേവിക്കുന്നത് ഗുണകരമാണ്. ചില അമ്പലങ്ങൾ നമ്മൾ കേട്ടില്ലേ, തിരുവിഴ അമ്പലത്തിനെ കുറിച്ചൊക്കെ കേട്ടില്ലേ? അവിടുന്ന് കൊടുക്കുന്ന ഒരു മരുന്ന് ഇപ്പോൾ ഇവിടെ ഈ ഒറ്റപ്പാലത്തിനടുത്തൊരു ഇല്ലുണ്ട് ഇതേമാതിരി. അവിടുന്ന് ഒരു മരുന്ന് കൊടുക്കും. ആ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഒരുവിധ എല്ലാവിധ ഉദരരോഗങ്ങളും മനോരോഗങ്ങളും മാറുന്നു. അതൊക്കെ രഹസ്യ സ്വഭാവമുള്ളതാണ് കേട്ടോ. കാരണം ചിലപ്പോൾ ഒരു പക്ഷേ ഒന്നും കൂടി ആവാം. ഈ അശ്വതിയൊക്കെ ഉള്ളതുകൊണ്ടേ ഈ പിന്നെ ഇതിൻ്റെ പരിസരത്ത് ഒരു പാരമ്പര്യ വൈദ്യ കുടുംബം പണ്ടുണ്ടായിരുന്നല്ലോ, അറിയാലോ, കേട്ടില്ലേ? കുട്ടഞ്ചേരി മൂസ് നമ്മുടെ അടുത്താണല്ലോ. നെല്ലുവായ തന്നെന്തിരി ഇല്ല, അതൊക്കെ ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അവരൊക്കെ ഒരു കാലഘട്ടത്തിൽ ഈ വ്യാഴത്തിൻ്റെ ബന്ധമൊക്കെ ഉണ്ടായതുകൊണ്ട് അവര് മരുന്ന് ശേഖരിക്കാൻ വേണ്ടി ഈ സ്ഥലത്തെ ഈ മലബാരത്തിനെ ആശ്രയിച്ചിരിക്കും കുറേ ഉണ്ടാവും. അല്ല, അടിസ്ഥാന ഈ അഷ്ടവൈദ്യന്മാരിൽ പ്രാധാന്യമുള്ള ആൾ കുട്ടഞ്ചേരി മൂസാണ്. ഏറ്റവും പ്രധാനമാണ് ഈ കോട്ടയിൽ അവിടെ അടുത്താണല്ലോ, ചാത്തന്നൂര് കഴിഞ്ഞിട്ടാണല്ലോ. അപ്പൊ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുട്ടഞ്ചേരി മൂസാണ്. മുക്കടി. അപ്പോൾ അങ്ങനെ വൈദ്യപാരമ്പര്യം ഉണ്ടായതുകൊണ്ട് അവരൊക്കെ ഔഷധ നിർമ്മാണത്തിന് ഈ പ്രദേശത്തെ ഒരു പക്ഷേ ഈ കോടേരി കുന്നിനെ അപ്പോൾ അത് നമ്മളിപ്പോൾ ഒരു കുറച്ചു കാലം മുമ്പേ പറഞ്ഞു കേട്ടതാണ്. ഈ അനങ്ങമലയുടെ മുകളിൽ നിന്ന് വൈദ്യമഠം തിരുമേനി
ഇത് ശിലാജിത്ത് അദ്ദേഹം ഇവിടുന്ന് പോയിട്ട് തരുന്നത്. കണ്ടതാ. മാതൃഭൂമിയിലൊക്കെ കൻപതം ശിലാജിത്ത് പാറ പൊട്ടി വരുന്നതാണ്. നീരാണത്രത്. അപ്പോൾ എന്ന പോലെ അങ്ങനെ ഒരു ഔഷധ സസ്യങ്ങളുടെ ഒരു സെന്റർ ആയിരുന്നു ഇവിടെ. എത്രയെന്നും നോക്കിയാലേ അറിയാലോ, കണ്ടറിയാലോ. നമുക്കറിയില്ല ഏത് വൃക്ഷമാണ് ഏത് മരമാണ് എന്താണെന്നൊന്നും അറിയില്ല. തൊട്ടാ ചൊറിയുന്നത്. ഈ പഴയ കാലത്ത് വൈദ്യന്മാർ വീട്ടിൽ വന്നാലേ ഒരു രോഗത്തിന് പഴയ കാലത്ത് വീട്ടിൽ വൈദ്യന്മാർ വന്നാൽ അവർ തൊഴിൽ കയറുന്നത് എന്നിട്ട് ഒരു സസ്യം മാത്രം വേറിട്ട് നിൽക്കുന്നുണ്ടാവുന്നത്. അവർക്കത് മനസ്സിലാക്കാൻ അറിയാം. എന്താ വെച്ചാൽ ഇതിൻ്റെ ആൻറ്റിഡോട്ടാണ് അത്. അതിനുള്ള പ്രത്യേകതാണ് ആ നിൽക്കുന്ന ആ വേറിട്ട് നിൽക്കുന്ന സസ്യം. അതെടുത്ത് കൊടുത്താൽ അസുഖം മാറുന്നതാണ്. പക്ഷെ തിരിച്ചറിയാനുള്ള കഴിവ് ഉണ്ടായിരുന്നപ്പോൾ ഇന്ന് പലർക്കും അറിയില്ല. ചേരിന്റെ പക, ചേര് കടിച്ചാൽ താന്നി പിടിക്കുക എന്നൊക്കെ പറയും. താന്നി ത്രിഫലയാണ് ശരി. കടുക്ക, താന്നിക്ക, നെല്ലിക്ക. ശക്തി പഞ്ചാക്ഷരി ധ്യാനത്തിൽ ശിവന്റെ എല്ലാ കലകളോടും കൂടിയിരിക്കുന്ന ഭാവത്തിലാണ്, പാർവതി ദേവിയോട് കൂടിയിരിക്കുന്ന ഭാവമാണ് ഇവിടെ നമ്മൾ പറയാൻ കാരണം. അപ്പം ഇനി അതിൻ്റെ പുറമേ ഇനി ഭഗവതിയെ സേവിക്കേണ്ട ആവശ്യം, കൂടിയേക്കേണ്ട ആവശ്യമില്ല എന്നുകൂടി അതിന് വന്നു കേട്ടോ. അത് വേണം. നമുക്ക് പുതുതായിട്ടൊന്നും തുടങ്ങണ്ട. ഒരു സാക്ഷാൽ ശിവക്ഷേത്രത്തിൽ ചെയ്യാവുന്ന കർമ്മങ്ങൾ മതി. ധാരാതീർത്ഥം കുടിക്കാം. ഈ തൃപ്രങ്ങോടെ അമ്പലത്തിൽ തൃപ്രങ്ങോട് ചെല്ലുന്ന ആള് ഈ അവിടുത്തെ മൂസൈ ഇതാരുടെ ശംഖാഭിഷേകത്തിൻ്റെ വെള്ളം കുടിക്കാൻ കൊടുക്കാത്ത വയ്യ. അത് കുടിക്കാൻ പറയും. അതന്നെ രോഗമാണ്, രോഗശാന്തി. അതെ. അപ്പം ഈ കലാംശം അങ്ങനെയാണെന്ന് നമ്മൾ ധരിച്ചാൽ മതി. അല്ല, വെറും സാധാരണ ചൈതന്യം വ്യാപ്തി പറഞ്ഞു. ഈ വ്യാപ്തിയിൽ ആകെ വ്യാപിച്ചിട്ടുള്ള സാധനമാണ് എന്താണ് ധാരാത ആയുഷ്യവർദ്ധനം, വാരാത ആയുഷ്യവർദ്ധനം. മറ്റെന്താ പറയുക? ഭൂരിശ്രീ വിഭവ അല്ലേ? പിന്നെ നക്ഷത്രം കൃതപാപ സഞ്ചയനം. അപ്പോൾ പാപത്തിനെ ഇല്ലാതെക്കുന്നതാണ്. എന്താഴ്ച വരുന്നത്? ചൊവ്വാഴ്ച. അപ്പോൾ ഈ നക്ഷത്രം കൃതപാപ സഞ്ചയം. അപ്പോൾ എന്തെങ്കിലും നമ്മൾ അറിഞ്ഞോ അറിയാതെ ദോഷങ്ങളോ തെറ്റുകളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഇവിടെ വന്ന് ഈ ദേവനെ ഭജിക്കുന്നത് ശ്രേയസ്കരമാണ്. ആ പാപങ്ങളെ കൊണ്ടാണ് ഈ സന്താന ദോഷങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ ധ്യാനിച്ച് പൂജിച്ച് ഉപാസിച്ച് കഴിഞ്ഞാൽ പാപങ്ങൾ തീരും എന്നൊരു ഫലം കൂടിയായിരുന്നു. അതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. ഈ ശ്രീരുദ്രൻ ധാരൊക്കെ കൊല്ലത്തിലൊരിക്കലേ ശ്രീരുദ്രൻ ധാരക്കാളുപരി സാധിക്കെങ്കിൽ ഈ രുദ്രം ത്രിമനെ ഈ ശ്രീരുദ്രേ വർഷത്തിലൊരിക്കൽ ആ 9 എണ്ണം വെച്ചിട്ട് അത് നിങ്ങളിതിൽ എഴുതാം. രുദ്രാഭിഷേകം എന്നാണ് പറയുക. കൊല്ലത്തിലൊരിക്കലും മതി. ക്ഷേത്രം വക മമ്മീരുണ്ട്. അല്ല, അത് മമ്മീരമ്പലത്തിൽ അരിചിരത്തിലുണ്ട്. പക്ഷേ ശ്രീരുദ്രൻ ധാര എന്നിട്ട് 12 ദ്രവ്യങ്ങളെ കൊണ്ട് അവർ രുദ്രാഭിഷേകം നടത്തുന്നുണ്ട്. ഏകാദശി രുദ്രാഭിഷേകം എന്നാണ് പറയുക. അതൊക്കെ ഇവിടെ ചെയ്യാം. അതൊക്കെ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ കല അങ്ങനെ നിലനിൽക്കും. അപ്പോൾ ഇവിടെ വന്ന് തൊഴുന്നവർക്കൊക്കെ അതിൻ്റെ പുണ്യങ്ങൾ കിട്ടും. അതാണ് കൃതപാപ സഞ്ചയഹരം. തന്നെ മാറിക്കൊള്ളുന്നത്. ഇതിനൊക്കെ സാക്ഷിയാണല്ലോ. നമ്മളിപ്പോൾ ഷഷ്ടിപൂർത്തി കഴിക്കുന്നതും സപ്തതി അശീതിയൊക്കെ കഴിക്കണം. എന്തിനറിയോ? നമ്മൾ ജനിച്ച ആ നക്ഷത്രത്തിനെ, ആ നക്ഷത്രത്തിൽ ചന്ദ്രൻ വന്ന സമയത്താണ് നമ്മൾ ജനിച്ചിരിക്കുന്നത്. 60 വയസ്സാകുമ്പോൾ ഈ ക്രിസ്ത്യജ അതേമാതിരി വരികയും. അപ്പോൾ ഷഷ്ടിപൂർത്തി കഴിക്കുന്നവർക്കൊക്കെ ഏതാണ്ട് ഇപ്പോഴത്തെ മേടശനി അല്ല കുംഭശനി മേടവ്യാഴൊക്കെ ആയിരിക്കും ഒരു പക്ഷേ 60ാമത്തെ കൊല്ലത്തിൽ. അപ്പോൾ അതിനെ ആ താരാഗ്രഹങ്ങളെ നമ്മൾ വന്ദിക്കുകയും കൂടിയാണെന്ത് ഷഷ്ടിപൂർത്തി. എന്ത് ഷഷ്ടിപൂർത്തി എന്നുള്ളത് കാശുള്ളവർക്ക് അയ്യാ കഴിഞ്ഞില്ലേ? ഇനി ഏതാ അടുത്തത്? സപ്തതിയാ. എന്നാൽ ഇവിടെ വെച്ച് കേമാക്കുക. ഒരു 70 പറ അരിയൊക്കെ വെച്ചിട്ടേ 7000 ആൾക്കാർക്ക് സദ്യയൊക്കെ കൊടുക്കുക. ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പാലക്കാട് റോട്ടിൽ ആ ഒരു സ്വാമിയുടെ ഹോട്ടലുണ്ട്. അദ്ദേഹത്തിന് 100ാം വയസ്സിൽ 100 പറ അരി വെച്ചിട്ട് നാട്ടിലുള്ളവർക്കൊക്കെ ഭക്ഷണം കൊടുത്തു. അത് മരിച്ചു. ഇപ്പോൾ അദ്ദേഹം എന്താ പറയുക, ഇടത്തറ സ്വാമി. ഊണയിക്കാനൊക്കെ ആൾക്കാർ വരും. അത് പറയാം. എന്താ പറഞ്ഞറിയോ? ഈ ശിവങ്കിൽ ആ കലാംശമുണ്ട്. ദീർഘായുസ് തരാനുള്ള കലാംശമുണ്ട്. മൃത്യുഞ്ജയ കലയുണ്ട്. ദുരിതഹരമായ കലയുണ്ട്. ഇവിടെ വർഷത്തിലൊരിക്കൽ രുദ്രാഭിഷേകം നടത്തുക. അതെന്താ നാട്ടുകാർ അറിയുകയും ചെയ്യട്ടെ. നാട്ടുകാരറിയട്ടെ. വളരെ ശ്രേഷ്ഠമായൊരു സംവിധാനമാണ് ഈ രുദ്രജപം. അത് എല്ലാ സ്ഥലങ്ങളിലും ഇല്ല. സൗകര്യമുള്ള സ്ഥലത്ത് ചെയ്യാം. ഇവിടെ അതും ആവാന്നർത്ഥം. തിലഹോമം വേണമെന്നൊന്ന്, രുദ്രാഭിഷേകം വേണമെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നലെ തന്ത്രിയോട് ചെയ്യേണ്ട കാര്യം ഇതൊക്കെ പ്രത്യേക കേട്ടോ. എന്ത് തിലഹോമം എന്നുള്ളത് പ്രത്യേക എല്ലാ ശിവക്ഷേത്രത്തിലും ഇല്ല, എല്ലാ അമ്പലങ്ങളിലും ഇല്ല. അപൂർവേ ഉള്ളൂ. ഇവിടെ ഇങ്ങനത്തെ ഒരു കലാംശം ഉണ്ടായത് കൊണ്ട് മോക്ഷപ്രാപ്തി കൊടുക്കാനുള്ളതായ
ശക്തി ഭഗവാൻ ഉണ്ടായത് കൊണ്ട് എന്തുണ്ട് ഇവിടെ തിലഹോമാവാം. എല്ലാ ഇവിടെ തിലഹോമം ഇവിടെ നൈസർഗികമായ പ്രകൃതി ദോഷങ്ങളെ പ്രകൃതിക്ഷോഭങ്ങളെ തടുക്കാനുള്ള കഴിവുണ്ടായത് കൊണ്ട് ഇവിടെ വെച്ചിട്ട് ഏകാദശ രുദ്രം ചെയ്യാം. 2 കാര്യങ്ങൾ പ്രധാനമാണെന്ന് ഈ പ്രക്ഷയിൽ വന്നു. പിന്നെന്താ ചൊവ്വാഴ്ചയാണ്. ഈ ചൊവ്വ കേന്ദ്രത്തിൽ ശത്രുക്ഷേത്രത്തിൽ വരുകൊണ്ട് തന്നെ ദോഷം കൂടി ഉണ്ടാവും. പൂർവ്വസാഹസികോതി ചപല ചന്ദ്രാത്മക ദോഷമല്ല ശരിക്കും. മന്ദവാരേഷു ക്രിയതേ നാദിശോഭന. ചൊവ്വാഴ്ച ഒന്ന് നന്നായിരുന്നല്ലേ? അത് കേന്ദ്രത്തിൽ ചൊവ്വയാണോ? അല്ലടാ, കേന്ദ്രത്തിൽ നിന്ന് ചൊവ്വ ദിഗ്ബലത്തോട് കൂടി ചൊവ്വയാണ്. പിന്നെ ആശ്രയഫലത്തിൽ എന്താ പറയാ? അല്ല, അംശകത്തില് ദുഃഖാർത്ഥോ വിധനോ അടന ആന്ത്രതഗതി പിന്നെ ശനിയോട് കൂടിയാലും ദോഷമല്ലേ? അതിപ്പോ അല്ല, അമൃതരതി എന്നൊക്കെ പറഞ്ഞാൽ ഈ ദേവന്റെ ഭൂസത്തൊക്കെ മറ്റുള്ളവര് അവനവന്റെ തന്നെ കയ്യേറി വെച്ചിട്ടുണ്ട്. അവർക്കൊക്കെ നമ്മളൊരു വിവരം കൊടുക്കുക. ദേവസ്വം ഭൂമി കൈവശം വയ്ക്കണം, നിയമപരമായിട്ട് കൈവശം വയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇവിടുത്തെ പ്രധാന സന്ദർഭങ്ങളിൽ ദേവന്റെ അല്ല, ഇവിടെ ചൊവ്വ മൂർത്തി ബന്ധത്തിൽ കന്നിരാശിയിൽ എത്തുന്ന ചൊവ്വ ആരാ? രുഷ്ടോഹരി. ഒരു നരസിംഹം, ഒരു നരസിംഹ ക്ഷേത്രം ഇതിന്റെ പരിസരത്ത് എവിടെയുണ്ട്. അത് ഏതാ? എത്ര ദൂരമുണ്ട്? നേരെ നോക്കി 1 കിലോമീറ്റർ അത്രേ ഉള്ളൂ. അവിടുത്തെ സ്ഥിതിയൊക്കെ ഇപ്പം എന്താ? അത് നല്ല രീതിയിൽ ഇതായിട്ട് കിടക്കുകയായിരുന്നു. ക്ഷേത്രമൊക്കെ നവീകരിച്ചു. അല്ല, അവിടെ ഈ കലശമൊക്കെ നടക്കണ്ടായി ഇപ്പം അടുത്തൊന്നെങ്കിൽ? ക്ഷേത്രം നവീകരിച്ചു. ഇപ്പം അടുത്ത് തന്നെ ഒരു ആഴ്ച പരിപാടി ഉണ്ടായിരുന്നു. അല്ല, ഇപ്പം ഈ കലശം നവീകരണാംശം കഴിഞ്ഞാൽ എന്തായാലും അദ്ദേഹത്തിന് ഇവിടെ വന്നിക്കണം. ഈ പ്രദേശത്തിന് പ്രാധാന്യം ഉണ്ടെന്നാണ് കാണിക്കേണ്ടത്. നരസിംഹമൂർത്തിയിലൊക്കെ കമ്മിറ്റിക്കാരനത് പറയുമ്പോഴേക്കും ആള് വന്നു. ഇവിടെ ഇപ്പം എന്താ കലശം കഴിഞ്ഞാ? നവീകരണം കഴിഞ്ഞാ? എന്നാ കഴിഞ്ഞ? നരസിംഹമൂർത്തി ക്ഷേത്രം തന്നെ ഉറപ്പിക്കാം. 2-3 കൊല്ലായി. ഒരു കലശം കഴിഞ്ഞ അതെന്താ? അത് സപ്താഹല്ലേ? അല്ല, അതല്ല. കലശം എന്ന് പറഞ്ഞാൽ താന്ത്രികമായിട്ട് ചെയ്യണതാണ്. അത് തന്നെ കഴിഞ്ഞു. അല്ല, ഇത് സപ്താഹം കഴിഞ്ഞു. ഈ കലശം കഴിഞ്ഞ് തന്നാന്ന് വെച്ചു. കലശം എന്ന് പറഞ്ഞാല് ശാന്തമാഷ് മരിക്കാനായിട്ട് മുമ്പല്ലേ? അതൊരു 4-5 കൊല്ലം. അല്ലല്ല, ഇങ്ങനെ നേരെ നമ്മളൊരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാദൃശ്യം സകലം നഷ്ടം. ഇപ്പോൾ ഈ നരസിംഹമൂർത്തിയാണോ അതെന്താണെന്ന് ഉറപ്പിക്കാനുള്ള ഒരു സംശയം വരും. അപ്പോൾ ആ നിമിത്തം അതിന് ബന്ധപ്പെട്ട ആൾ വന്നല്ലോ. അപ്പോൾ ഈ ദേവനായിട്ട് അഭേദ്യ ബന്ധം ഈ നരസിംഹമൂർത്തിക്ക് എന്തായാലും ആ ദേവനായിട്ട് ബന്ധമുണ്ട്. അവിടെ ഒന്ന് പരിപോഷിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അവിടുത്തെ പൗഷ്ടികായ കർമ്മങ്ങൾ നമ്മൾ സഹകരിക്കുക. നല്ല കമ്മിറ്റിയാണ്. ഗൃഹേ ഗൃഹേ ശത്രുഗ്രഹം നിഷ്ഠത പരാന്നവൃത്തിയും പരമന്ദിരസ്ഥിതി അകിഞ്ചന. അവിടെയും ഭൂമിയൊക്കെ കുറെ അന്യാധീനപ്പെട്ടിട്ടുണ്ടല്ലോ. ഭൂമിക്കേ കുറെ അന്യാധീനപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. അതിന്റെ പരിസരത്ത് അതിന്റെ രക്ഷകന്മാർക്കാർക്കെങ്കിലും പഠിത്തം മരണം ഉണ്ടായി അവിടെ? അതിലെ കമ്മിറ്റിക്കാരോ? ഓർഗനൈസറല്ലേ? അപ്പൊ അതിന്റെ ശേഷമാണോ കലശം? അതിന്റെ ശേഷമാണോ കലശം ഉണ്ടായി? അതാ പറഞ്ഞു. അപ്പൊ എന്തോ ഒരു ചില തകരാറുകളെ എന്തുണ്ടായിട്ടുണ്ട്. എന്തായാലും അവിടെ ഒരു അനർത്ഥം, അവിടെ അല്ല, അവിടെ രക്ഷക സ്ഥാനത്ത് ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. അതന്നെ. അപ്പൊ ഉണ്ടായിട്ടുണ്ട്. തിരമാല ഭഗവതി കൊടുങ്ങല്ലൂരമ്മൻ അതന്നെ. അപ്പൊ എന്തായാലും അവിടെയും കുറച്ചൊരു അനർത്ഥങ്ങളൊക്കെ ഉണ്ട്. കുഴപ്പമുണ്ടാ?
കാളിവേദനമാണോ സ്വാമിക്ക് അടുത്ത് എന്തെങ്കിലും ഒരു ചെറിയൊരു ശിക്ഷ കിട്ടാൻ സാധ്യത ഉണ്ട് കിട്ടാൻ. ഏത് സ്വാമിയാണെങ്കിലും എന്ത് സ്വാമിയാണെങ്കിലും കുഴപ്പമില്ല. അല്ലല്ല ഇപ്പൊ തൽക്കാലം അദ്ദേഹത്തിനെ കുറിച്ച് നല്ല കാലം. കുറച്ചു കാലം കഴിഞ്ഞാൽ വലിയൊരു അനർത്ഥം ഉണ്ടാകുമ്പോൾ എന്താവട്ടെ ഒരു അനർത്ഥ രക്ഷക സ്ഥാനത്തേക്ക് ഇപ്പൊ വ്യാഴദൃഷ്ടി ഉണ്ട്. വ്യാഴദൃഷ്ടി കഴിഞ്ഞാൽ അവിടെ രാഹുകേതുക്കളാണ് ഗുളികനും ആണുള്ളത്. അവിടെ ഒരു അനർത്ഥം ഉണ്ടാവാനുള്ളതായ സാധ്യതകളുണ്ട്. അവിടെ ഒന്ന് ശ്രദ്ധിക്കാൻ പറയുക. ഇവിടെ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുക. നിങ്ങളുടെ പ്രശ്നത്തിൽ നിങ്ങളുടെ അമ്പലത്തിൽ എന്നാ പറയുക. ഇവിടുത്തെ പ്രധാന ദിവസം അവിടെ ഇവിടുത്തെ പ്രതിഷ്ഠാദിനത്തിനോ മറ്റോ പ്രതിഷ്ഠാദിനത്തിന് മതി. അവിടെ നരസിംഹത്തിന് വല്ല പായസോ പാനകോ പിന്നെ താമരമാലേ അങ്ങനെ എന്തെങ്കിലും വിശേഷം. കമ്മിറ്റിക്കാരൊക്കെ ഇവിടെ ആചരണമുള്ള എന്നിട്ടൊരു ദ്രവ്യകലശം മാതിരി എന്തെങ്കിലും നടക്കും. കുറച്ചേ മൂപ്പര് ആ കോളൊക്കെ നഷ്ടപ്പെട്ടതിലേ കുറച്ച് വിഷമമുണ്ട്. ശരിക്കും 10ാം ഭാവാധിപനായ അതിനെന്തെങ്കിലും പ്രത്യേക പേരിൽ അറിയപ്പെടുന്നൊരു കല്ല് എന്തെങ്കിലും ഇവിടെ കാട്ടില് പൂർബംപാറന്നൊക്കെ. അതന്നെ അതെന്ത് കാരണം നേരെ ഓപ്പോസിറ്റ് കാണുന്ന കാട്ടില് അതൊരു ഇതിന്റെ ഒരു എന്താ അതിന്റെ പേര്? പൂർബംപാറന്ന് ഞങ്ങൾ വിളിക്കുക. കോട്ടയം ആര്യമ്പാടത്ത്. അത് ഒരു കല്ലിന്റെ മുകളിൽ ഒരു കല്ലിരിക്കുകയാണ്. ആ കല്ല് വേറൊരു കണക്ഷനും ഇല്ല. അത് ഇങ്ങനെ ഒരു ഡയമണ്ട് ആകൃതിയിലാണ്. പണ്ടൊക്കെ ഞങ്ങൾ അവിടെ കളിക്കാൻ പോയിരുന്നു. ഇപ്പൊ കാട് കുറച്ച് റിസർവ്ഡ് ഫോറസ്റ്റ് ആണ്. റിസർവ്ഡ് ഫോറസ്റ്റ് അല്ല ഈ പറഞ്ഞ അതെന്താ കാരണം അറിയോ? ഈ അവിടെ ഒരു ഈശ്വരീയ ശയ്യൻ ഈ ഭഗവാന്റെ ഒരു ശിവഭൂതമാണ് അവിടെ. ശിവഭൂതവുകാശ ദുഷ്ടശിവ. ശിവന്റെ ഭൂതഗണങ്ങളുണ്ട്. ശിവപാർഷദന്മാര് ശിവഭൂതഗണങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകളുണ്ട്. ആ ശിവഭൂതാണ് എവിടെ? എത്ര കിലോ എയർ ഡിസ്റ്റൻസ് എത്ര ഉണ്ടാവും? 1 കിലോമീറ്റർ അത്രേ ഉള്ളൂ. ഈ പലരും തറവാട്ടേരി സർപ്പക്കളത്തിന് അവിടുന്ന് കോട്ടയിലും തുണ്ടത്തിലും. അതെ അവിടെ ശിവനല്ല ശിവഭൂതാണ്. ശിവന്റെ കാവക്കാരൻ തന്നെ മൃഗീരടിയാണ് ശിവന്റെ ഭൂതത്തിന്റെ പേരാണ്. അത് എവിടെ ഉണ്ടെങ്കിലും ഒരു കൊണ്ടേക്കലോ. അത് കൊണ്ടേക്കാതിരിക്കും. നമ്മളെ കഴിവ് കൊണ്ടേക്കാണ്. നമ്മൾക്ക് കഴിവുണ്ടെങ്കിൽ നമുക്ക് അതിനെ നേരമുള്ളൂ. കാട് എന്നുള്ള വാക്കിന് വെള്ളം നടത്തുന്നുണ്ട്. അർത്ഥങ്ങളുണ്ട് നടത്തും. കാട് പറഞ്ഞാൽ വെള്ളം നടത്തുന്നുണ്ട്. കാവ് പാമ്പും കാവ്. വടുവാമനപുര ക്ഷേത്രം വാമനക്ഷേത്രം അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ആ പേര് അങ്ങനെ വന്നത്. അങ്ങനെ ഓരോന്നിനും ഓരോ സ്ഥലനാമങ്ങൾക്കും വീണ്ടും ആയില്ലേ. അപ്പൊ അത് ആ പ്രാദേശികമായ ഒരു സംജ്ഞ, ഒരു സംവിധാനത്തിന്റെ സംജ്ഞ, ഒരു സ്ഥലത്തിന്റെ മാത്രമേ ഉള്ളൂ. അവർക്ക് വഴങ്ങാത്തത് അങ്ങനെ ആക്കി. പട്ടാമ്പിയുടെ പേര് ശരിക്കും നേതിരിമംഗലം എന്നാ. നേതിരിമംഗലാണ് പട്ടാമ്പി. ഒറ്റപ്പാലം വരെ പഴയ ആധാരങ്ങളൊക്കെ നേതിരിമംഗലം അംശം വള്ളൂർ ദേശം, നേതിരിമംഗലം അംശം ആമയൂർ ദേശം എന്നാ കാണുക. പട്ടാമ്പി ഒരു 125-150 കൊല്ലത്തിനുള്ള റെയിൽവേ പട്ടർ അമ്പിപ്പട്ടർ അമ്പിസ്വാമിയുടെ ബന്ധപ്പെട്ടതാണ്. അമ്പിസ്വാമി സാധനം കൊണ്ടുവന്നിട്ട് വണ്ടിയിലിറക്കി അങ്ങനെ കച്ചവടം ചെയ്തിട്ടുള്ള ആയിരിക്കാം ഒരു പക്ഷേ. ഇപ്പോഴാണ് പട്ടാമ്പി പഞ്ചായത്തൊക്കെ വന്നിട്ടുണ്ടാവാൻ സാധ്യതയുള്ളൂ. അതല്ല അങ്ങനെ വന്നത് അങ്ങനെയാണ്. അപ്പൊ ഇവിടെ നിങ്ങളുടെ ഈ കലശ സമയത്ത് ഈ പറഞ്ഞ പിന്നെ എന്താ കൂർപ്പംപാറയാ കുറുമ്പൻ പാറയെയും കുറുപ്പനാവും കുറുമ്പനായി ഉണ്ടാവുകയും ഈ കുറുപ്പംപാറയെയും പിന്നെ അതേപോലെ തന്നെയാണ് ഇപ്പം മനുഷ്യൻ്റെ പേരിലേക്ക് വന്നാലേ ഈ പേരുള്ള മനുഷ്യന്മാരല്ലേ കുറുമ്പയും കുറുമ്പനും ഉണ്ട്. കുറുമ്പ ഭഗവതിയും കുറുമ്പൻ ശിവനാണ്. കുറുമ്പാന്ന് പേരില്ലേ? കുറുമ്പക്കാളി കേട്ടില്ലേ? കുറുമ്പൻ വടകുറുമ്പ പോലെ എഴുത അമ്പലത്തിന്റെ പേരാ വടകുറുമ്പക്കാവ്. കുടുംബ ഭദ്രകാളിയാണ്.
ആ. അപ്പോൾ ഈ സ്ഥലനാമങ്ങളും ഈ ഭൗതിക നാമങ്ങളൊക്കെ പരസ്പരം ചേർന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ കല്ലിനെ ഒന്ന് പുറത്ത് ചാടിക്കണം കേട്ടോ. കല്ലേ അത് നമ്മൾ എക്സിബിറ്റ് ചെയ്യണം. സൂര്യൻ കൊണ്ട് വിളക്ക് വെച്ചാൽ പോലെ വിളക്ക് വെച്ചാൽ വിളക്ക് തന്നെ കുഴപ്പമില്ല, ഇതിനെത്രയാണ് ഇതിന് ബിസിനസ് പിന്നെ പറയുന്നു നമ്മളെ ഈ പിന്നെ ഭൗതികമായിട്ട് തന്നെ പറയുമ്പോഴേ പട്ടാളക്കാരൊക്കെ പറയാറുണ്ട് ഈ കാശ്മീരിലൊക്കെ ജോലി ചെയ്യുമ്പോൾ രാത്രിയിൽ കാട്ടിൽ നിന്ന് വെളിച്ചം കാണുന്നത്. എന്താ കാരണം? ചില വൃക്ഷങ്ങളുടെ വേരുകൾക്ക് സൂര്യപ്രകാശം പോയാൽ സ്വയം പ്രകാശിക്കാനുള്ള കഴിവുണ്ട്. അതെങ്ങനെ വരുന്നു? അതിൽ സൾഫറിൻ്റെ അംശം കൂടുതലാണ്. അത് എല്ലിലൊക്കെ സൾഫർ ഉണ്ടാവും. അതാണ് ചൊടലേന്ന് തീ കത്തണം. എന്താ അറിയാ? എല്ലിൽ സൾഫറുണ്ട്. ചൊടലേന്നേ പേടിച്ചാൽ ഒരു ആഴ്ച പനിക്കും. ആണ് അതാണ് നാരായണത്ത് ഭ്രാന്തനെ കണ്ടു എന്നൊക്കെ പറയില്ലേ. പിന്നെ അതേമാതിരി തന്നെയാണ് ഈ ചില പിന്നെ വൃക്ഷങ്ങൾ തന്നെ സ്വയം പ്രകാശം. ചില വൃക്ഷങ്ങൾ തന്നെ കത്തുമല്ലോ. ഇപ്പോൾ മെക്സിക്കോയിൽ എങ്ങനെ കാട്ടുതീ ഉണ്ടാവണം? മുളകൾ തമ്മിൽ അല്ലെങ്കിൽ വൃക്ഷങ്ങൾ തമ്മിൽ ഉരച്ചിട്ട് കാട്ടുതീ ഉണ്ടാവുക അല്ലേ? മെക്സിക്കോയിലും അല്ല ആരും കൊണ്ടിട്ട് കത്തിക്കണമെന്നില്ല. ഇവിടെ വയനാട്ടിലാണെങ്കിൽ നമ്മൾ ആരും കത്തിച്ചു എന്ന് പറയാം. അപ്പോൾ ഈ അഗ്നിയും വായുവും വെള്ളവും ഒക്കെ പ്രൊഡക്ഷൻ നടത്തുന്ന പ്രകൃതി ശക്തികളുണ്ട്. അതിലുള്ളതാണെന്ത് ഈ കുറുമ്പങ്കല്ലും കേട്ടോ, കുറുമ്പക്കാവും ഒക്കെ വരുന്നത്. മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലത്തിൻ്റെ പേര് കാളികാവ് എന്നാ. കാളികാവ് കാളിൻ്റെ അവിടെ ആ കുറച്ചാണ് ചെയ്യുന്ന കരുവാരൊക്കെ അല്ലേ? ഒരു നോക്കുക സമുദായമായിട്ടും ഉണ്ട് എല്ലാ. ഇതൊക്കെ ആ പ്രാദേശികമായ ആ കൾച്ചറുമായി ബന്ധപ്പെട്ട നാമങ്ങളത്. അപ്പോൾ നമുക്ക് കുറുമ്പങ്കല്ലിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം, ജനങ്ങളെ അറിയണം, അവിടേക്ക് ആളുകളൊക്കെ പോട്ടെ. സർക്കാരിനെ ഗുണം, പഞ്ചായത്തിനെ ഗുണം. ഇക്കോ ടൂറിസം കൊല്ലത്തിന് മാത്രല്ല ഡെയിലി പോണ്ട്. പക്ഷെ എന്താ പക്ഷേ പുറത്തുനിന്ന് പണ്ട് കാണാതെ ഇരുന്നത് ഇപ്പൊ അല്ല ഈ റോട്ടിലൂടെ പോകുമ്പോ അതൊരു കാഴ്ചയായിരുന്നു. കല്യാണ വീഡിയോയില് കറക്റ്റ് ഉണ്ട്. അത് പ്രൊമോട്ട് ചെയ്യും. ആൾക്കാർ തന്നെ വന്നിറങ്ങും. ആ വീഗാലാൻഡൊന്നും ഇതില്ല. എന്ത് ഓക്സിജനിലോ? ഇത് നല്ല ഓക്സിജൻ അല്ലേ? നല്ല ശുദ്ധമായ ഓക്സിജൻ കിട്ടാൻ പറ്റിയ സ്ഥലമാണ്. നിങ്ങൾ ഏത് പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ തീരുമാനം എടുക്കുക. ഇത് സംരക്ഷിച്ച് അവിടേക്ക് ജനങ്ങളെ ആകർഷിക്കുന്ന രീതിയിൽ ഇക്കോ ടൂറിസം എന്നോ ഡിവൈൻ ടൂറിസം എന്നോ എന്ത് വേണമെങ്കിലും അറിയാം. തിരുനെല്ലിയുടെ സ്ഥിതി എന്താ? തിരുനെല്ലിയിൽ പോയവർ പിന്നെയും പോകാനുള്ള കാരണം എന്താ അറിയുക? തിരുനെല്ലി കാടുകളിലെ ആ വനഭംഗി, തിരുനെല്ലിയിലെ പാപനാശിനി ക്ഷേത്രത്തിൻ്റെ പിന്നെ പുഴയുടെ ഭംഗി, തിരുനെല്ലിയിലെ പക്ഷിപാതാളം കേട്ടില്ലേ? പക്ഷിപാതാളം ഇല്ലേ? ആ സ്ഥലത്തിൻ്റെ ഇപ്പോൾ ഈ കൊയിലാണ്ടിക്കടുത്ത് ഒരു സ്ഥലത്ത് ധാരാളം പക്ഷികൾ പ്രത്യേക സാഹചര്യങ്ങൾ വരുന്നുണ്ട്. കൊയിലാണ്ടി അടുത്ത് നമ്മൾ ഈ തിരൂർ കഴിഞ്ഞു മെക്സിക്കൻ കൊക്ക്, കരീബിയൻ കൊക്ക്. അപ്പോൾ ഈ ഒരു സ്ഥലം ഉണ്ട് ഇവിടെ നിന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ചൊവ്വയുടെ അർത്ഥം. പിന്നെ പ്രാപദാനദുഷ്ടം ജ്യോതിർവിധം അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ജ്യോതിർവിധം പ്രാതഃ അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. എത്ര നാഴിക എന്നോ? എത്ര നാഴിക അറിയുമോ? അപ്പോൾ ഏതാ? ഗ്രഹോദയം, ഭൂതോദയം, നാട്യോദയം. സകളത്രം എന്ന് പറഞ്ഞാൽ ഭാര്യയോട് കൂടിയ ആളാണ്, ഭർത്താവിനോട് കൂടിയ ആളാണ്. പിന്നെ മറ്റേതോ? അല്ല മറ്റെന്താ? ഗ്രഹോദയം, ഭൂതോദയം. ഇപ്പോൾ ഭൂതാനാമതയിൽ രോഗശാന്തി. ഈ പാറയുടെ മുകളിലേ ഞാനിപ്പോ അവിടുത്തെ ഒരു ഫോട്ടോഗ്രാഫറെ വിളിച്ചത്. പാറയുടെ മുകളില് ചെറിയൊരു കുളം ഉണ്ട്. ഇത്ര വെള്ളമുണ്ട്. അതിപ്പോ എടുത്ത ഫോട്ടോ മൂടി കിണാനും മുഴുവൻ കാണില്ലേ? ഒരെണ്ണം അയക്കാൻ പറഞ്ഞേ. കാണാം. ചെറിയൊരു കുളം ഉണ്ട് അതിന്റെ മുകളിൽ. കല്ലിന്റെ മുകളിൽ ചെറിയ കുളം. അത് അവര് നാളെ ഫോട്ടോ എടുക്കാൻ പോയപ്പോ കേദാർനാഥിന്റെ ആ പ്രളയം ഉണ്ടായ സമയത്ത് ആ പിന്നെ പ്രദേശം പിന്നെ ഈ റൗണ്ട് ചെയ്തിരുന്ന പട്രോൾ നടത്തിയിരുന്ന ഡ്യൂട്ടി നടത്തിയിരുന്ന ഒരു മിലിറ്ററിക്കാരൻ ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞ അയാൾ വളാഞ്ചേരിക്കാരൻ അത്ര. അദ്ദേഹം ഈ റൗണ്ട് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രം വെള്ളം വന്ന് ഇപ്പം 4-5 കൊല്ലം. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ കൂടെയുള്ള സ്ഥലങ്ങളൊക്കെ ഒലിച്ചു പോയപ്പോൾ
ഇദ്ദേഹം അവിടെ വലിയ ആ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു കറുത്ത ഭീകരമായ വലിയൊരു സത്വം നീങ്ങി വരുന്നതായിട്ട് കണ്ടതാണ്. അപ്പോൾ ഇദ്ദേഹം ഹെലികോപ്റ്റർ വീണ്ടും താത്തി, ഒരു 50 അടി വരെയൊക്കെ താത്തി വെക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് അങ്ങനെ ഒരു സത്വമൊന്നുമല്ല, ഇത് മലയുടെ ഒരു ഭാഗമായ ഒരു കല്ലാണ് വരുന്നതെന്ന്. അപ്പോൾ ഇദ്ദേഹത്തിന് പേടി പിടിച്ചു. ഇതാ ക്ഷേത്രം എന്താ പൂവാണ്, ഈ കല്ലിങ്ങോട്ട് ഉരുണ്ട് വന്നാൽ ഈ ക്ഷേത്രം എന്നേക്കുമായിട്ട് ഭൂമിയിൽ നിന്ന് തുറച്ചു നീട്ടപ്പെടും. അപ്പോൾ അദ്ദേഹം വയർലെസ് സന്ദേശങ്ങളൊക്കെ കൊടുത്തു എന്നാണ്. പക്ഷേ അത്ഭുതം അത്ര ഉണ്ടായത്, ഈ ക്ഷേത്രത്തിൻ്റെ നേരെ പിൻഭാഗത്ത് വന്ന് ഈ കല്ല് വലിയൊരു ശബ്ദത്തോടു കൂടി അവിടെ ഇങ്ങോട്ട് ഉറച്ചു. അപ്പം എന്തുണ്ടായി, ഈ കുത്തി വരുന്ന മലവെള്ളം മുഴുവൻ 2 ഭാഗത്തുകൂടെ പോയി ക്ഷേത്രത്തിനെ നിലനിർത്താൻ പറ്റി. അദ്ദേഹം മാതൃഭൂമിയിൽ ലേഖനം എഴുതിയിരുന്നു, ഒരു മിലിറ്ററിക്കാരൻ. മഹാത്ഭുതം എന്നാ അദ്ദേഹം പറഞ്ഞു. കോൺക്രീറ്റ് ഒക്കെ പോയി, മറ്റൊക്കെ പോയി, എല്ലാം ശിവന്റെ ഒരു ബിംബുണ്ടാക്കി എല്ലാം പോയി. ഇതില് നിങ്ങൾ വന്ന് ക്ഷണിച്ച ആ സമയത്തിന് ഒരു 10-27 ദോഷങ്ങളുണ്ട് കേട്ടോ. അപ്പൊ അതാ ഗ്രഹോദയം, ഭൂതോദയം, നാട്യോദയം എന്താ? നാട്യോദയം സകലത്രം വ്യാഴം പദ്ധതി. വ്യാഴത്തിന്റെ ഫലം ആദിത്യാദിനേശ്വരാദിപണിപര്യന്താക്രമേണോദയം സസ്വാദ്യസ്തിനേഷു യാന്തി ദിവസാഷ്ടാംശേഷു കല്യഷ്ടസു ജീവത്യാസ്ഫുജിതാം ക്രിയാഹി സകലാഃ പ്രസിദ്ധേയു ഇന്തോശനൈർനാന്യേഷാമുദേ വദന്തി സുധീ സംചിന്യ വൃക്ഷായുധോ. അങ്ങനെയാണ്. അപ്പോൾ എന്താണ്, ഓരോ ദിവസങ്ങളിലും ഈ രാഹു അടക്കമുള്ള ഗ്രഹങ്ങൾ ഉദിച്ചസ്തമിക്കുക. അതിൽ ഇവിടെ അന്നത്തെ ദിവസം വ്യാഴമാണ് നമുക്ക് ഉദിച്ച ഗ്രഹം. അതിൻ്റെ പറയുന്ന ജീവ സകലാഹസിദ്ധി. ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിക്കണ്ട, ഇവിടെ പ്രാർത്ഥിച്ചാൽ തൊഴുതാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സിദ്ധിണ്ടാകും. ഇവിടെ ഒരു സർവാഭീഷ്ട പൂജയാട്ടോ ആളുകൾക്ക്. മാസത്തിലൊരിക്കൽ ഒരു സർവാഭീഷ്ട പൂജ, അത് പേരെ തന്നെ ആയിക്കോട്ടെ, സർവാഭീഷ്ടം അപ്പോൾ അന്നത്തെ ദിവസം പറ്റുമ്പോൾ തന്ത്രി പൂജ വയ്ക്കുക, ഗണപതിഹോമം ചെയ്യുക. അപ്പോൾ എന്ത് കാര്യം ഇവിടെ ഇയാൾ വന്ന കാര്യം ഇന്നതാണെന്ന് അറിയാം, ആ കാര്യത്തിന് വേണ്ടി സർവാഭീഷ്ട പൂജ നമുക്ക് ആരംഭിക്കാം. സിദ്ധിയേയു എന്ത് സാധിക്കും, അതിനൊരു എഗ്രിമെൻറ്റും ആവശ്യമില്ല. നമ്മളിപ്പോൾ ലോക്കലായ ചില ദേവസങ്കേതങ്ങളിലൊക്കെ ചെന്ന് എൻ്റെ ഇന്ന കാര്യം കേസ് വിജയിച്ചാൽ ഇത്ര ഉറുപ്പ്യ തരാമെന്ന് പറയുന്ന പരിപാടിയില്ലേ, അതാ വ്യക്തികൾക്കുള്ള പണം. ഇതെന്താണ്, ദേവനുള്ളതാണെന്ന് മാത്രമല്ല, ഇവിടെ ഈ ദേവനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്താണോ മനസ്സിൽ ഉദ്ദേശിക്കുന്നത്, എന്തുവാവാം, എന്താണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ കാര്യം. രാവണന് പോലും ശിവൻ വരം കൊടുത്തില്ലേ, ചന്ദ്രഹാസം കൊടുത്തില്ലേ ഇല്ലേ? അപ്പോൾ അതാണ് സർവാഭീഷ്ടം. ആർക്കാണെങ്കിൽ അത്, എന്താണെങ്കിൽ അത്. പിന്നെ അതിന് തിരിച്ചുണ്ട്, ശൂർപ്പകന് കൊടുത്തില്ലേ, അറിയാലോ ശൂർപ്പകൻ, തൊട്ടാൽ ഭസ്മാവുന്ന. ഭഗവാനത് പാരയി. പക്ഷേ ഭഗവത് ചൈതന്യം അതെന്തായി മാറ്റി, സ്വയം തലയിൽ വെച്ചു. ആ തത്വം നമ്മൾ പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ നമ്മളെ വിവേകികളാക്കുകയാണ്. അങ്ങേപ്പുറത്ത് വാൽമീകി മാഷ് പറഞ്ഞു, എന്ത് പറഞ്ഞു, പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊപ്പമേ ജീവിച്ചിരിക്കലും അല്ലേ? വാൽമീകി കൊണ്ട് പറയിപ്പിച്ചു എഴുത്തച്ഛൻ പറഞ്ഞത്. ഇയാൾക്ക് എല്ലാ ഉപകാരങ്ങളും കൊടുത്ത് അയാൾ എന്ത് ചെയ്തു, ഉപകാരം മറന്നു, കാലയിൽ വിരൽ ചൂണ്ടി അയാളെ പണി കഴിഞ്ഞു. അപ്പോൾ എല്ലാ ആക്ഷനും അതിൻ്റേതായ പ്രതിപ്രവർത്തനവും ഭഗവാൻ തന്നെ കൊടുക്കുന്ന. അങ്ങനെയാണ് ഭഗവാൻ ത്രിപുരാന്തകനായതും, അങ്ങനെയാണ് ഭഗവാൻ മൃത്യുഞ്ജയനായതും. സാധാരണ എവിടെ പ്രശ്നമുണ്ടോ അവിടെ ശിവനാണ് അത് രക്ഷപ്പെടുക. ഇതൊക്കെ ഇപ്പോൾ പാലാഴി പറഞ്ഞപ്പോൾ വിഷം വന്നു, ലോകത്ത് നശിക്കുന്നപ്പോൾ തീരുമാനം എടുക്കാനുള്ള അവസാനം അത് തുടിച്ചു. അങ്ങനെയാണ്, വരാൻ സാധിച്ചില്ല. കാരണം ലോകത്തിൻ്റെ ഉപകാരത്തിന് ഇത്രയും ചെയ്തൊരു ദേവല്ല. അങ്ങനെ സങ്കല്പതാണ്. ത്രിപുരാന്തകനെ കൊല്ലാറായി ആരുമില്ല. അതാണ് ആ പേരങ്ങനെ വന്നില്ല. എത്രയോ രാജ്യങ്ങളിൽ, എത്രയോ ഭാഷകളിൽ, എത്രയോ സ്ഥലങ്ങളിൽ രാജ്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും. രാജ്യം തന്നെ പറയണേ. എന്താ കാരണം അറിയോ, നമ്മൾക്കുള്ള ഒരു പക്ഷേ ഒരു ചീത്തപ്പേരും നമ്മളെ വിമർശിക്കുന്നവർക്കുള്ളതാണ് എന്ത്, ലിംഗാരാധന അല്ലേ? മറ്റെല്ലാം സ്വരൂപികളാണെങ്കിൽ ഇതെന്താണ്? ആ വാക്കും തന്നെ അത് വന്നു, എന്ത് വന്നു, വലുതാവുന്നതല്ലേ? അപ്പോൾ സന്ദർഭോചിതമായിട്ട്
വികസിക്കുന്നതാണ്. എന്ത് തീരുമാനം എടുക്കണമെന്ന് നമുക്ക് തോന്നിക്കുന്നതാണെന്ത് എന്ത്. പിന്നെ പ്രകൃതി പുരുഷ സമവായ, പ്രകൃതി അമ്മയും പുരുഷൻ അച്ഛനുമാണ്. അപ്പോൾ ആ പ്രകൃതിയിലെ പുരുഷൻ്റെ എന്താണ് ബന്ധമാണ് എന്ത് ശിവലിംഗം. പുരുഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പുര അഗ്രഗമനെന്നാണ്. എന്തൊരു കാര്യത്തിനും മുന്നിട്ട് നടക്കാനുള്ള ബുദ്ധി നമുക്ക് തരുന്നതാണെന്ത് എന്ത് പൗരുഷം. പുര അഗ്രഗമനെ. മുമ്പിൽ നടക്കുന്ന ആളല്ല പുരുഷൻ, മുമ്പിൽ നടക്കുന്ന ആളാണ് പുരുഷൻ, അല്ലാതെ മുമ്പിൽ നടക്കുന്ന വസ്തു അല്ല പുരുഷൻ. അപ്പോൾ മാത്രമല്ല, ഇനിയിപ്പോൾ മോഡേൺ ഇതിലേക്ക് വന്ന് നോക്കൂ, മോഡേണിലേക്ക് വന്ന് നോക്കൂ. ഇപ്പോൾ ചന്ദ്രയാനാവട്ടെ, ലാൻഡറാവട്ടെ, റോവറാവട്ടെ, സിലിണ്ടറിക്കൽ ആകൃതിയാണല്ലോ. നോക്കിയിട്ടുണ്ടോ? ഗ്യാസ് കുറ്റിയുടെ ആകൃതി എന്താ? ആ പ്രോമിന് ഇത് ചെയ്യാനുള്ള, അതായത് പെനിട്രേറ്റ് ചെയ്യാനുള്ള കഴിവുള്ളത് എന്താണ്? സിലിണ്ടറിക്കൽ ആകൃതിയുള്ളൂ. അല്ല, നമ്മൾ കുത്തിവയ്ക്കണ സിറിഞ്ച് എന്താ രൂപം? സിലിണ്ടറിക്കൽ ആകൃതിയാ. ഈ സിലിണ്ടറിക്കൽ ആകൃതിക്ക് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റും. ആ പെനിട്രേറ്റിംഗ് പവർ ഉള്ളത് ശിവനാണ്. അപ്പോൾ നമ്മളോട് ഇതിനെ ശാസ്ത്രീയ വശം അറിയാതെ നിഷേധിക്കാനുള്ള ഒരു പോയിന്റ് കിട്ടുമ്പോൾ നിഷേധിക്കുന്നവനെ നിഷേധിക്കാം. പക്ഷെ ആ നിഷേധം അശാസ്ത്രീയമാണ്. അത് അശാസ്ത്രീയമാണ്. അടച്ചാൽ നീ എടുത്തോളാം. അപ്പോൾ ഈ അശാസ്ത്രീയമായ ഒന്നുമല്ല അത്. അതിനെക്കുറിച്ച് നമ്മൾ നെറ്റി ചുളിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നെറ്റ് ചുളിക്കേണ്ട ആവശ്യമില്ല. ഇത് രണ്ടും വേണ്ടേ. ഇപ്പോൾ മോഡേൺ പെൺകുട്ടികൾ വേണം, അല്ല ആൺകുട്ടി ഉണ്ടാവണം എന്നൊക്കെ പറയും അല്ലേ. ആൺകുട്ടീൻ്റെ ഇടത്തെ കാര്യം പെൺകുട്ടിയും വേണ്ടേ. മറ്റേ സ്ത്രീ ഒരു പെണ്ണിനെ പ്രസവിച്ചാലേ ഇവന് കാര്യമുള്ളൂ. എന്ത് കല്യാണം കഴിച്ചാൽ കുട്ടി ഉണ്ടാവുള്ളൂ അല്ലേ. എല്ലാ ആൺകുട്ടികളായി എന്താ ചെയ്യുക? ലോകം നിലനിൽക്കുമോ? അതാ. അപ്പോൾ ആ പ്രകൃതി പുരുഷ സമവായത്തിനെയാണ് എന്ത് ഈ ശിവശക്തിയായുക്ത, ശിവൻ ശക്തിയോടുകൂടി നമ്മൾ പൂജിക്കാനുള്ള കാരണം. ഇനിയിപ്പോൾ തിരിച്ചുകൊണ്ടേ കണ്ണാടി ബിംബ പ്രതിഷ്ഠ ഉണ്ട്. അതെന്താ? കണ്ണാടി ബിംബം എന്താ? സ്ത്രീ നമ്മളുടെ പ്രതിബിംബമാണ്. കണ്ണാടി എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിൻ്റെ മുഖത്തിൻ്റെ രൂപമല്ല, ആ ഉൽപ്പത്തി സ്ഥാനത്തെയാണെന്ത് പ്രതിനിധാനം ചെയ്യുന്നത് ഇല്ലേ. അല്ല ഇങ്ങനെ നോക്കുള്ള കണ്ണാടിയല്ല, ആറന്മുള കണ്ണാടിയല്ല അർത്ഥം. ഇതിനെ പ്രാകൃതം. ഇത് ഏത് ദേവ, ദുർഗയും ഭദ്രകാളിയും സരസ്വതിയും പാർവതിയും ലക്ഷ്മിയും അന്നപൂർണേശ്വരിയും ഒക്കെ കണ്ണാടിയിൽ പൂജിക്കാം. ഈ ശിവൻ്റെ ഈ ഭാവങ്ങളൊക്കെ നമുക്ക് ഈ ശിവലിംഗത്തിൽ ആരാധിക്കാം. നാറാണത്ത് ഭ്രാന്തനോട് ശിവലിംഗത്തിൽ കാല് വെച്ച് കിടക്കുന്ന സമയത്ത് ചോദിച്ചു എന്നാണ്, എന്താ ഈ ശിവലിംഗത്തിൻ്റെ മുകളിൽ കാല് വെച്ച് കിടക്കുന്നത് ചോദിച്ചു അത്ര. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരിയല്ല അല്ലേ, ഈ ശിവൻ ഇല്ലാത്തൊരു സ്ഥലം കാണിച്ചു തരാൻ പറ്റുമോ ചോദിച്ചു. നമ്മളുടെയൊക്കെ ശരീരത്തിൽ ശിവണ്ടേ, എല്ലാറ്റിലും ഇല്ലേ. വിളക്ക് കത്തിച്ച് വെക്കുകയാണ് അല്ലേ. നെല്ല് അരി വിളക്ക് അല്ലേ. നെല്ല് ജീവനാണ്, കുത്തിട്ടാൽ മുളയ്ക്കും. അരി ഭക്ഷണമാണ്, വിഷ്ണുവാണ്. അഗ്നി എന്താണ്? അവസാനം എന്താ ചെയ്യണത്? തിരുനാവായിക്ക് ഉണ്ടായാലും ശരി, തിരുവിലാമയ്ക്ക് ഉണ്ടായാലും ശരി, വീട്ടിലാണെങ്കിൽ പുളിമാവിൻ്റെ വിറക് കത്തിച്ച് അഗ്നിയിൽ ലയിപ്പിക്കുക, സംഭരിക്കുകയാണ്. അപ്പോൾ ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളും ബ്രഹ്മൻ വിഷ്ണു മഹേശ്വരന്മാരും നമ്മുടെ നിത്യജീവിതത്തിലുണ്ട്. ഇതിനെ അറിയാതെയാണെന്ത് ആളുകൾ എന്താണ് വിമർശിക്കുന്നത്. ആ വിമർശനത്തിനെ നമുക്ക് ഒട്ടും ഭയക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും പവിത്രമാണ്. പിന്നെ ശൈവര് വൈഷ്ണവര് മിക്സഡ്, ഇത് മൂന്നും ഇപ്പോൾ നമ്മുടെ പ്രപഞ്ചത്തിലില്ലേ. ശൈവ പ്രാധാന്യമുള്ളതായ ശിവൻ സംഹരിക്കുന്ന അല്ലേ, ചുടലയിൽ താമസിക്കുന്നവരുണ്ടല്ലോ, ചുടല ക്ഷേത്രത്തെ ആക്കി കൽപ്പിക്കുന്ന ആളുകളില്ലേ നമ്മുടെ നാട്ടിൽ. ചുടലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത്, ചിലർ കഴുകന് കൊടുക്കുന്നുണ്ട്, ചിലർ കുഴിച്ചിടുന്നുണ്ട് അല്ലേ. ഇതെങ്ങനെയല്ലേ? അങ്ങനെയുണ്ട്, അവിടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ബാക്കിയുള്ള ആൾക്കാർ ചുടലയിൽ പോയി പ്രാർത്ഥിച്ചാൽ അത് സോഷ്യലിസം. നമ്മളെ അച്ഛൻ്റെ സമാധി കെട്ടിയിട്ട് വിളക്ക് വെച്ചാൽ എന്തായി? ഈ ഇവിടെ യുപിയിൽ മറ്റേ അതിന് വരുന്ന ആളുകൾ ചുടല ഭസ്മം ധരിച്ച സന്യാസിമാരാണ്. അഘോരികളാണ് അവര് ചുടലയിലാണല്ലോ ഒരു ഇത് അവിടെ കൊണ്ട് സംസ്കരിക്കുന്ന നമ്മുടെ ശവത്തിൻ്റെ. ചണ്ഡീഗഡ് ടൗൺഷിപ്പിലെ ഒരു പ്രത്യേക സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ചണ്ഡീഗഡ് ടൗണിൽ ഒരു പ്രത്യേക സ്ഥലം, വലിയ കോമ്പൗണ്ട് വാളൊക്കെയാണ്. നമുക്കവിടെ പോവാം. അവിടെ നല്ല ശുദ്ധമായ അഗ്നിയിൽ ദഹിപ്പിക്കാവുന്ന, വെള്ളത്തിൽ മുങ്ങിക്കുളിച്ച് ദഹിപ്പിക്കാവുന്ന ഒരു സങ്കേതം. അപ്പുറത്ത്
മറ്റേ വിഭാഗക്കാർക്ക് അവരുടെ ക്രിയാദികൾ ചെയ്യാവുന്ന ഒരു ഭാഗം. ഇപ്പുറത്ത് മറ്റൊരു വിഭാഗക്കാർ, പേരൊന്നും ഇപ്പം നമ്മൾ പറയുന്നില്ല, അവർക്ക് അവരുടേതായ രീതിയിൽ സംസ്കരിക്കാനുള്ള ഒരു ഭാഗം. അത് ശരിക്ക് ചണ്ഡീഗഡ് ടൗൺ ശരിക്കും പ്ലാൻ ചെയ്തിരിക്കും മറ്റൊരാ ആര് ലണ്ടൻകാരാണ്. നല്ല സിറ്റിയാണല്ലോ. ഇപ്പൊ ഈയിടെ ഒരു വലിയ ഡൽഹിയിൽ പോലും ഇല്ല. ഇല്ല ഇങ്ങനെയുള്ളൊരു ഈ ഇപ്പം അടുത്ത് വലിയൊരു സാമൂഹ്യ പ്രവർത്തക ഒരു നടി പറഞ്ഞിരിക്കുന്നു, ഹിന്ദുവിൻ്റെ ഈ അഗ്നിയിൽ ലയിപ്പിക്കുന്ന ഈ ക്രിയയാണ് ഏറ്റവും ശ്രേഷ്ഠം. ഇതിനൊന്നും ബാക്കിയില്ലല്ലോ. കൃഷിഭൂമിയായി മാറ്റി, കൃഷിഭൂമിയായില്ലോ. അത് നവധാന്യം വെച്ച് വാഴ വെച്ചില്ലേ. ക്രിസ്ത്യൻസ് അത് തുടങ്ങാൻ പോകില്ല. ഇപ്പൊ ഇവിടെയൊക്കെ തുടങ്ങി, കോട്ടയത്തൊക്കെ. അവിടെ അല്ലല്ല വയനാട്ടിലും തുടങ്ങി. ഇത് സ്ഥലം വേണ്ടേ? ഒരു കാലം വീട് വന്നപ്പോഴാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. ടി തോമസിന് എന്താ ചെയ്തു? പിന്നെ ആൾ പറഞ്ഞതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഏഴെന്താണെന്നറിയാലോ, എന്താ ബ്രഹ്മാണ് അല്ല. അപ്പോൾ അതാ ഈ സംസ്കാരത്തിനെ നമുക്ക് ഒരാൾക്ക് ഒന്നും നിഷേധിക്കാൻ പറ്റില്ല. ഒക്കെ ഈവൻ ഇതടക്കം ആര് എന്തൊന്നുമില്ലേ, അനാദിയാണ്. എവിടുന്നുണ്ടായി പ്രപഞ്ചം? ഇപ്പോൾ അവന് ഒറ്റ ഒരു ഉദാഹരണമാണത്. എല്ലാ സംസ്കാരങ്ങളും നദീതടങ്ങളിൽ നിന്നാണ്. ഇപ്പം ഈ സിന്ധു നദീതട സംസ്കാരം അല്ലേ, നൈൽ നദിയുടെ സംസ്കാരം, തെംസ് നദിയുടെ സംസ്കാരം അല്ലേ, ഇതൊക്കെ ഉണ്ട്. ഏറ്റവും ഉയർന്ന സ്ഥലം ഭൂമിയിലെ എവിടെ? എവറസ്റ്റ് കൊടുമുടിയാണെന്നുള്ള എല്ലാവർക്കും അറിയാം അല്ലേ. അതെവിടെ? ഭാരതത്തിലാണ്. ആ ഏറ്റവും അധികം സൂര്യരശ്മി തട്ടിയിട്ടാണല്ലോ, വെള്ളത്തിൽ തട്ടിയപ്പോഴാണെന്ത് ഏകകോശ ജീവി, ഇന്നലെ നമ്മൾ പറഞ്ഞു ഏകകോശ ജീവി ഉണ്ടായതെങ്കിൽ. അപ്പോൾ ജീവൻ ആദ്യം ഉണ്ടായിട്ടുണ്ടാവും എവിടെയും ഹിമാലയ സാനുക്കളിലാവുമെന്ന് നമ്മൾ ഊഹിക്കണ്ടേ അല്ലേ. ജീവൻ്റെ അല്ല, മനുഷ്യനല്ല, ജീവൻ്റെ കണിക ഉണ്ടാവാൻ സാധ്യത ശാസ്ത്രം പറയണ്ടല്ലോ. അത് നമ്മുടെ ഈ സംസ്കാരങ്ങൾ, ക്ഷേത്ര സംസ്കാരത്തിന് ഓരോ ദേശത്തിലും ഓരോ തരത്തിലാവും. ചിലയിടത്ത് ഷർട്ടിടാം, ചിലയിടത്ത് തലേക്കെട്ടാം, ചിലയിടത്ത് പാൻ്റ് ഇടാം, ഒരു ഒന്നുമില്ല, നടക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അടിസ്ഥാനപരമായ തത്വങ്ങളിൽ എല്ലാം ഏകം സത് വിപ്രാ ബഹുധാ വദന്തി. അതെ അതെ അതെ. ഒന്നുമല്ല, മറ്റതിലൊന്നും ശ്രദ്ധ ഇല്ല എന്നർത്ഥം. അവർക്കേയുള്ളൂ അവിടെ ഉണ്ടാ. മറ്റതിലൊന്നും അല്ല, ശ്രദ്ധ ഇല്ല. അതൊന്നൊക്കെ വിട്ടുപോവുകയാണ് ഇവിടെ. അല്ല, ഈ നമ്മളെ പൊതുസ്ഥലങ്ങളിൽ വെച്ച് മറ്റുള്ളവരെ ദ്രോഹിക്കാനുള്ള മൈൻഡാണ് എന്ത് സംസ്കാരമുള്ള പുരുഷനെ അല്ലെ സംസ്കാരമുള്ള സ്ത്രീക്ക് പോക്കറ്റ് അടിക്കാനൊക്കെ. ഇവിടെ അതില്ല എന്നർത്ഥം. ആ ഭേദമില്ലാത്ത അവസ്ഥ വരില്ലേ. ഒന്നുമില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പുസ്തകം ഇന്ന് നിലനിൽക്കുന്നത്. അത് ഓഷോ നിലനിൽക്കാനുള്ള കാരണം അതിന്റെ പിന്നിലുള്ള സന്ദേശമാണ്. അതിന്റെ റൊമാൻറ്റിക് സൈഡല്ല, അതിന്റെ റൊമാൻറ്റിക് സൈഡല്ല. ഇപ്പം യഥാർത്ഥത്തിൽ ഇന്നലെ നമ്മൾ പറഞ്ഞ ശാസ്ത്രീയമായിട്ടുള്ള സന്യാസി വര്യന്മാരൊക്കെ ആ വിരക്തിയായ രൂപത്തിലേക്ക് എത്തുമ്പോൾ മാത്രമേ സന്യാസമുള്ളൂ. അല്ലെങ്കിൽ പൊറോട്ടയും ചപ്പാത്തിയൊക്കെ കഴിക്കണം എന്നൊക്കെ വൈകുന്നേരം തോന്നും. അപ്പോൾ ഈ പറഞ്ഞ അതന്നെ തീർച്ചയായിട്ടും. ഇപ്പം ജ്യോതിഷത്തിൻ്റെ ഒക്കെ സ്ഥിതി ജ്യോതിഷമൊന്നും ഉപജീവന മാർഗ്ഗമല്ല കേട്ടോ. ജ്ഞാനസമ്പാദനത്തിനും അറിവാണ്. ജ്യോതിഷം തന്നെ അറിവാണല്ലോ, തെളിവാണല്ലോ. അത് ലോകത്തിന് ഉപകാരപ്രദമായിരിക്കണം. അല്ലാതെ ഇത് വെറും എന്താ പറയുക കമേഴ്സ്യൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ കമേഴ്സ്യൽ ഡിവൈസ് എന്ന രീതിയിൽ കാണുമ്പോഴാണ് നമ്മൾ പലപ്പോഴും തെറ്റിലേക്ക് നയിക്കപ്പെടുന്നത്. ഇതൊരിക്കലും തെറ്റില്ല. അതിൻ്റെ സത്യാസത്യങ്ങളെക്കുറിച്ച് പറയുക. പുന്നശ്ശേരി നമ്പിയോട് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ പറയുകയാണ്, 32 വയസ്സിൽ താങ്കൾക്ക് യാത്രംശത്തുണ്ട്. അദ്ദേഹം 32-ാം വയസ്സിൽ തുപ്രങ്ങോട്ടപ്പനെ ഭജിച്ചു. അദ്ദേഹം അതിനെ സർവൈവ് ചെയ്തു. അദ്ദേഹം നരിപ്പറ്റ നമ്പൂതിരിയോട് പറഞ്ഞു, നമ്പൂരി കല്യാണം കഴിക്കണ്ട. എന്താ കാരണം? നിങ്ങൾ 32 വയസ്സിൽ മരിക്കും. 32 വയസ്സിൽ മരിക്കുമല്ലേ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? കല്യാണം കഴിച്ചില്ല. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു ഉപാധി പറഞ്ഞെടുക്കാൻ പറഞ്ഞു. വൈധവ്യലക്ഷണം ഇല്ലാത്ത സ്ത്രീയെ വിവാഹം കഴിക്കാൻ പറഞ്ഞു. കഴിച്ചു. 32-ാം വയസ്സിൽ അദ്ദേഹത്തിന് അതിഗംഭീരായ സന്നി വന്നു, മരണശയ്യയിലെത്തി. പക്ഷേ നമ്പി പറഞ്ഞിട്ടുണ്ട് വൈധവ്യം ഉണ്ടാവില്ല എന്ന്. അതൊന്ന് നമ്പി വൈദ്യനും കൂടിയാണ്. വൈദ്യോപദേശ പ്രകാരം ചികിത്സിച്ചു. അദ്ദേഹം ഇന്ന് സർവൈവ് ചെയ്തു. ഇതാണ്
ഇപ്പോൾ നമ്മളെ ചൊവ്വാദോഷം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്കില്ലാത്ത ചീത്തപ്പേരൊന്നുമില്ല. ചില TV ചാനലുകാരൊക്കെ ഇതിനെ എവിടൊക്കെ കുത്താൻ പറ്റിച്ച് അവിടെയൊക്കെ കുത്തും. അത് എന്താണെന്നറിയാതെ എന്താണ് ആനുകൂല്യം എന്നാണ്. ആ ആനുകൂല്യത്തിൻ്റെ ഘടകങ്ങൾ എന്താ? അപ്പോൾ ദശവിധ പൊരുത്തങ്ങളുണ്ടെങ്കിൽ ദിനമായുഷ്യ സൗഭാഗ്യം ശോഭനം ഗണമേവച, അങ്ങനെ ഒരു ഇന്നന്ന പൊരുത്തം ഇന്നതിന് വേണ്ടിയിട്ടാണെന്ന് പറയുകയും അതുണ്ടെങ്കിൽ ഇന്ന ഗുണമാണെന്ന് പറയുകയും, വൈധവ്യദോഷം പോലെ തന്നെയാണ് ഭാര്യാനാശലക്ഷണം. ഭാര്യാനാശലക്ഷണം പോലെ തന്നെയാണ് എന്ത്? വൈധവ്യദോഷം. ഇത് രണ്ടും തുല്യമാണെങ്കിൽ ഇത് വിവാഹം കഴിഞ്ഞ് ഇത്രാമത്തെ വർഷത്തിലേ ഉണ്ടാവുള്ളൂ എന്ന് പറയുകയാണ്. ഇപ്പോൾ വിവാഹാനന്തരം 50 കൊല്ലം കഴിഞ്ഞ് ഭർത്താവ് മരിക്കാനുള്ള യോഗമുണ്ട്. 30 വയസ്സിൽ വിവാഹം കഴിഞ്ഞു, 80 വയസ്സിലാണെന്ത് ഭർത്താവ് മരിക്കാൻ യോഗം. വിവാഹം കഴിച്ചുകൂടെ? ഇത് എന്താണ് അഞ്ജനം എന്നറിയാതെ എന്ത് വെളുത്തിടാണെന്നും മഞ്ഞളാണെന്നും പറയുമ്പോഴാണ് എന്ത് ശാസ്ത്രം വികലമാക്കപ്പെടുന്നത്. ആ 50 വർഷം കഴിഞ്ഞിട്ട്, ഇപ്പോൾ 18 വർഷം കഴിഞ്ഞിട്ട്, 20 വർഷം കഴിഞ്ഞിട്ട് ആപത്ത് വരികയാണെങ്കിൽ ആ സമയം എന്ത് ചെയ്യണം? ആചാര്യം പറയുകയാണത് അകാലചര്യാം മൃഗയാഞ്ച സാഹസം സദൂരയാനം ഗജവാജിവാഹനം ഗൃഹേ പരേഷാങ്കപനഞ്ച വർജയിൽ അല്ലേ കൃഷ്ണമാർഗത്ത് പറഞ്ഞില്ലേ? ആ സമയത്ത് നമ്മൾ എന്താണ് ദിക് പ്രദർശനം കുറുവതേ, ഇവിടെ ഇന്ന സാധനമുണ്ട് എന്ന് പറയുകയാണ് ജ്യോതിസ്. എന്ത്? തമസി ദ്രവ്യാണി ദീപ ഇവ, അവിടെ ടോർച്ചടിച്ച് കാണിച്ചു തരാണ് ജ്യോതിഷേ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കും, അല്ലാതെ കണ്ണു കെട്ടി നടക്കലല്ല. എന്ത്? മറ്റാൾ എന്നെ രക്ഷിക്കുമെന്ന് വിചാരിച്ചിട്ട് സിംഹത്തിൻ്റെ കുട്ടിലേക്ക് ചാടലല്ല, മറ്റാളെ രക്ഷിക്കൊന്നുമില്ല. ആ സിംഹം കടിച്ച് തിന്നുന്നതാണെന്നുള്ള ബോധം ഉണ്ടാക്കണം. അതാണ് ജ്യോതിഷം. ഇതൊക്കെ അതാണ് സംഭവം. അല്ല നമ്മളിപ്പോൾ ഈ കല്ലം ഇതൊന്നും നമ്മൾ കണ്ടിട്ടല്ലല്ലോ പറയണത്. അതിൽ നിന്ന് ഈ ഏറ്റവും ചെറിയ വസ്തുവിൽ നിന്ന് നമ്മൾ ബുദ്ധി കൊണ്ട് ആലോചിച്ച് പ്രമാണങ്ങളിലൂടെ നിങ്ങൾക്ക് തരികയാണ് ശ്രുതി യുക്തി അനുഭവം. ഇപ്പോൾ ഈ കല്ലിനെക്കുറിച്ച് അറിയാത്ത ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ അയാൾ ഇവർ സമ്മതിക്കില്ല. അവിടെ കല്ലൊന്നും ഇല്ല പറയും, അവിടെ സർവേരി കല്ലുണ്ട് പറയും ഇല്ലേ? അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അതിനെ റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ അതായത് ഇനി ആ ദോഷങ്ങൾ ഏതൊക്കെയുള്ളത്? ബാലന്നവർജതാരാസു ഗണ്ണാന്തോഷ്ണവിഷേഷു അഷ്ടമീ വിഷ്ടിരിക്കാസു സ്ഥിരേഷു കരണേഷു തിഥി നക്ഷത്രരാശിം സന്ധൗ ജഗുളികോദേ ചക്രാർദ്ധേ ഗ്രഹണേ സാർപ്പശിരസ്യേകാർഗളേ തഥാ മൃത്യുദഗ്ധാദിയോഗേഷു പാവദഷ്ടുതേഷു ത്രയോദശ്യാം പ്രദോഷേ ച നിശീധേരി വിദർശനെ സംക്രാന്തൗ ച തഥാ പ്രഷ്ടുർവികൽകൃത്യയോർവധേ അഷ്ടമേ ച തഥാരാശോ ജന്മാഷ്ടമകതേ വിധോ ഇത്യാദി ദുഷ്ടകാലേഷു കൃഷ്ണസ്യ ദശുഭപ്രദാ. പാപോദയം മാത്രമേ ഉള്ളൂ. പാപോദയത്തിൽ നീചാൽച്ച ഒരാദ്ഭയം 10 ഇത്രയും ദോഷങ്ങൾ പറഞ്ഞതിൽ ചെറിയ ദോഷങ്ങളേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ദേവൻ വളരെ സുസ്ഥനാണെന്നും ചെറിയ ചെറിയ ദോഷങ്ങളെ നമുക്ക് തീർക്കാവുന്നതാണെന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ശുഭോദയം വസുമുഹൂർത്തം അമൃതയോഗമുണ്ട്. വസുമുഹൂർത്തം അല്ലേ? അമൃതം പിന്നെ ഇത്യാദി ദുഷ്ടകാലേഷു പിന്നെന്താണ്? ഇത്യാദി ദോഷരഹിതേ കാലേ അമൃതഘടീഷുജാ ശുഭാരാമൃതേ ദുഷ്ടോ മുഹൂർത്തേഷു ശുഭേഷുജ സിദ്ധാമൃതാദിയോഗേഷു പ്രച്ഛാഭീഷ്ടഫലപ്രദ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിചാരിച്ച മാതിരി നിങ്ങളുടെ ഉള്ളിൽ ഇപ്പം എന്തൊക്കെ പ്ലാനാണ് രക്ഷിതാക്കളുടെ ഉള്ളിലെങ്കിൽ അവർക്കതൊക്കെ സാധിക്കും. ഇപ്പോൾ ഈ ഇതൊക്കെ ഉദ്ദേശിച്ചാൽ അത്തരം കാര്യങ്ങളൊക്കെ സാധിക്കും. വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളല്ല വേണ്ടത്. ആധ്യാത്മികമായ അല്ലെങ്കിൽ ചൈതന്യവർദ്ധനങ്ങളായ സ്പിരിച്വലായ പിന്നെ കഴിവ് നമുക്ക് ദേവൻ്റെ വർദ്ധിപ്പിച്ച് ഈ ഭൂപ്രകൃതിയെ സംരക്ഷിച്ച് നിർത്തുക. ഈ പ്രകൃതിയെ നമ്മളങ്ങോട്ട് ഒരു മരവും മുറിക്കരുത്, ഒരു കല്ലും പൊട്ടിക്കരുത്. ഇതിൽ നിന്നുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ആചാര്യസ്വാമികൾ പറഞ്ഞു വനേവാ, കാട്ടിലാവാം, അദ്രിശിഖരെ പർവ്വതത്തിൻ്റെ മുകളിലാവാം, അല്ലേ, വെള്ളത്തിലാവാം, തീയിലാവാം, എവിടെയാണെങ്കിൽ അവിടെ വെച്ച് ആരാധിക്കും. നാട്ടുകാരുടെ മുഴുവനെ കാശ് പിരിച്ചിട്ട് വലിയ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളൊന്നും ഉണ്ടാക്കണ്ട. ഇപ്പോഴുള്ള രീതിയിൽ അങ്ങനെ പോകണം. പ്രാസാദാദി ഗൃഹപ്രവേശനകരി പട്ടാഭിഷേകപ്രദ. അപ്പോൾ ഇവിടെ പട്ടാഭിഷേകം എന്ന് പറഞ്ഞാൽ കലശാഭിഷേകം മുഴുവൻ നടക്കുന്നു. ഇവിടെ ഉപാസിക്കുന്ന ആൾക്കാർക്ക് വലിയ സ്ഥാനമാനങ്ങൾ ഭാവിയിൽ ലഭിക്കുന്നു. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പഞ്ചമഹായത്തിൽ രാജയോഗമുള്ള പ്രശ്നമാണ്. അല്ല, അതല്ല, നമ്മളിപ്പോൾ പട്ടാഭിഷേക പ്രധാനല്ലേ. പട്ടാഭിഷേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലശാഭിഷേകമാണല്ലോ, രാജ്യാഭിഷേകമാണല്ലോ. ഇന്നിപ്പോൾ രാജാവില്ല. അപ്പോൾ ഇവിടെ ഭജിക്കുന്ന കുട്ടികളിൽ ജനിക്കുന്ന കുട്ടികളിൽ രാജയോഗങ്ങൾ ഉണ്ടാവും. ഇന്നത്തെ കാലത്ത് രാജയോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ജോലി അല്ലേ? IPS IAS അല്ലേ?
പിന്നെ സാമൂഹ്യ പ്രവർത്തകന്മാരായ ആളുകൾ ഈ പറഞ്ഞ മാതിരി ചെറിയ ഇതെന്ന് തുടങ്ങി വലിയ 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 സ്ഥാനങ്ങളിലേക്ക് അവർക്ക് ഉയരാൻ സാധിക്കും. ആ അത്തരത്തിലുള്ളതായ കലകളാണ് ഇപ്പോൾ ഞങ്ങളുടെ ഈ പ്രശ്നമാർഗത്തിൽ തന്നെ ഒരു പ്രത്യേക പ്രശ്നത്തിൻ്റെ പേര് രാജപ്രശ്നം, ഒന്നിൻ്റെ പേര് യുദ്ധപ്രശ്നം. അപ്പോൾ ഇയാൾക്ക് രാജാധികാരം ലഭിക്കുമോ, രാജാവ് എന്ന് പറഞ്ഞാൽ രാജാവോ തത്സമോപിക രാജതുല്യ പദവി വരുമോ, ഇതൊക്കെയാണ്. അപ്പോൾ അത്തരം ഏത് രീതിയിലാണ് ഈ ദേവനെ കാക്ഷിക്കുന്നതെങ്കിൽ ഒരാൾക്ക് വലിയ ഡോക്ടറാവണം, ബസിക്കുക അയാളതാവും. കർമാജീവ പ്രകരണം ഇതാണ് പറയുക. ഒരാളുടെ ജാതകത്തിൽ അയാളുടെ 10ാം ഭാവാധിപൻ്റെ നവാംശകപതിക്ക് തത്തുല്യമായ കർമ്മം ചെയ്യുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഈ 10ാം ക്ലാസ് +2 പരീക്ഷാകാലത്തൊക്കെ ഞങ്ങളുടെ പ്രധാന ജോലി ചെയ്താൽ ആൾക്കാർ വന്ന് ചോദിക്കും. അപ്പോൾ കുട്ടിക്ക് സാങ്കേതിക വിദ്യ പഠിക്കേണ്ടവനെ എവിടെ അവിടെ കൊണ്ടുപോയിട്ട് സാങ്കേതിക വിദ്യ പഠിപ്പിക്കേണ്ടവനെ MBBSൻ്റെ നീറ്റിന് ചേർക്കരുത്, വൈദ്യം പഠിക്കണവനെ മറ്റേതിൽ ചേർക്കരുത്, അല്ലേ, അധ്യാപനം പഠിക്കണവനെ അതിൽ ചേർക്കണം. അപ്പോൾ അതിന് എന്തിനാണ് യോഗം? വർദ്ധാപ്തി പിതൃജനീ സപത്നം. അർത്ഥം എങ്ങനെ കിട്ടുന്നതാണ്? പിതൃജനി അച്ഛനിൽ നിന്ന് കിട്ടുമോ? അച്ഛൻ്റെ ജോലി ചെയ്യുമോ? അല്ലേ, അച്ഛന് അതിഗംഭീരമായ ഒരു തുണിക്കടുണ്ട്, അത് ഇയാൾ നോക്കുമോ? ഇയാൾക്കതിന് യോഗമില്ല കേട്ടോ, ഇയാളതൊന്നും നിലനിർത്തില്ല. അല്ല, അതുണ്ട് വിചാരിക്കുക. ഇയാളിനി എവിടെ പോയിട്ട് IIM MBA കഴിഞ്ഞോട്ടെ, ഇയാൾ അവസാനം അച്ഛൻ്റെ ഇത് നിലനിർത്തുട്ടോ. പിതൃജനനി അമ്മയുടെ കിട്ടുമോ? അല്ലേ, ബന്ധുക്കളുടെ കിട്ടുമോ, മിത്രങ്ങളുടെ കിട്ടുമോ? അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ധനസമ്പാദനം ഉണ്ടാവുന്നു. അതിൽ ഓരോ രീതിയിലും അത് ജാതകത്തിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ആ കർമ്മമാണ് യഥാർത്ഥത്തിലുള്ള നമ്മുടെ സ്വധർമ്മം. ആ ധർമ്മത്തിനെ നമുക്ക് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ സ്വധർമ്മ നിധനം ശ്രേയ, അല്ലേ. അപ്പോൾ മാരാരുടെ മകനെ വാദ്യം പഠിച്ചില്ല പട്ടാളത്തിൽ ചേർത്തതാണ്. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പെൻഷൻ ഇയാൾക്കൊരു തായമ്പേക്ക് കിട്ടാൻ തുടങ്ങി. അച്ഛനെ വയസ്സാവുകയും ചെയ്തു. ഇപ്പോൾ ഒരു കമ്മിറ്റിക്കാരൻ ചെന്ന് ചോദിച്ചിത്ര, എന്തേ നിങ്ങൾ മാരാരെ പഠിക്കാത്തത് ചോദിച്ചു. അപ്പോൾ മാരാർ അയാൾക്ക് അതിൽ വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ എടുത്ത വഴിക്ക് ഈ മിലിറ്ററിയിൽ നിന്ന് പോകുന്ന മകൻ പറയണത്രേ, അച്ഛനെ അങ്ങനെ പറയരുത്, അച്ഛൻ എന്നെ നിർബന്ധിച്ച് പഠിപ്പിക്കേണ്ടതായിരുന്നു, അടിച്ച് പഠിപ്പിക്കേണ്ടതായിരുന്നു, എന്നെ കൊണ്ടുപോയി പട്ടാളത്തിൽ ചേർത്ത് എന്തിനെന്ന് മകൻ തിരിച്ചു വെച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിധനം. അപ്പോൾ എന്താണോ യോഗം, ആ യോഗത്തിൽ ശ്രേയസ് വർദ്ധിക്കും. അയാൾക്ക് ചെറുപ്പം മുതലേ എന്തിനോടാ കൃഷിക്കാ താല്പര്യം. ചന്ദ്രാംശേ കൃഷിജലജാങ്കന ശ്രേഷ്ഠ. കൈക്കുളങ്ങര രാമവാര്യർ കൃത്യമായിട്ട് എഴുതിയിട്ടുള്ളത് എന്ത് 10ാമത്തെ അധ്യായം അല്ലേ ഓരയിൽ. അപ്പം അതിലുള്ള ശ്രേഷ്ഠ ഞങ്ങളുടെ നാട്ടുകാരൻ തന്നെ പാർലിക്കാട് ബന്ധപ്പെട്ട. അതെ. അപ്പോൾ ആ കർമ്മത്തെ ഇവിടെ പോഷിപ്പിക്കാൻ നമുക്ക് ഈ ദേവനെ ഭജിക്കാന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതാണ് സ്വധർമ്മ നിധനം ശ്രേയ. വാദ്യക്കാരനാണ് വാദ്യക്കാരൻ. ഒരു നമ്മളെ ഇതിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട് ഒരു ഡോക്ടർ സുരേഷ്. അദ്ദേഹം IIT എഞ്ചിനീയറിംഗ്, IIM MBA അഹമ്മദാബാദ്, കൽക്കട്ട അതൊക്കെ കഴിഞ്ഞ് അദ്ദേഹം രാവിലെ ഇപ്പോൾ 4 മണിക്കൂർ ശ്രീരുദ്രത്തിൽ ഗവേഷണം നടത്തുക. ശിവൻ്റെ മന്ത്ര ശ്രീരുദ്രം, അതിൻ്റെ സ്വരങ്ങളിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. എത്രയോ ഡോക്ടറേറ്റ് അദ്ദേഹത്തിന് കിട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ താല്പര്യം വരികയാണ്. ഇപ്പോൾ കലാമണ്ഡലം ഗോപിയാശാൻ അറിയാമല്ലോ, നിങ്ങളുടെ നാട്ടുകാരനല്ലേ അല്ലേ, പെരുങ്ങോട്ടുകാരനല്ലേ അല്ലേ. അദ്ദേഹം പട്ടാളത്തിൽ ചേരാൻ പോയി. പട്ടാളത്തിൽ ചേരാൻ പോയിട്ട് പട്ടാമ്പി പുഴ അവിടെ എത്തി. അപ്പോൾ പുഴ അങ്ങോട്ട് വന്ന് ഷൊർണൂർ എത്തണം. അപ്പോഴേക്കും തോണി പോയി. അപ്പോൾ ഒരു ചായക്കാരൻ്റെ വീടിന് പുട്ടും ചായ കുടിച്ചു. എൻ്റെ മോനെങ്കിൽ പോന്നു വെച്ചു. ഒരാളുടെ പേര് ഞാൻ പട്ടാളത്തിൽ ചേരാൻ തോണി പോയി. ഇന്നാണ് പട്ടാളത്തിൽ ചേരാൻ യോഗം വെച്ചാൽ എൻ്റെ ഉടനെ പോയിക്കോട്ടെ പുട്ടും ചായയും കൊടുത്ത് മൂപ്പര് പോയി. അപ്പോഴാണ് അത്ര പിന്നെ ഈ നാറീരി വണ്ടിയിൽ തമ്പുരാൻ അവിടെ കഥകളി അല്ല ഓട്ടംതുള്ളൽ പഠിപ്പിക്കേണ്ടതെന്ന് അങ്ങോട്ട് കൊണ്ടുപോയി. അതൊന്നും മൂപ്പർക്ക് വശമായില്ല. അപ്പോൾ ഈ ഓട്ടംതുള്ളൽ പഠിപ്പിക്കുന്ന നമ്പീശൻ അദ്ദേഹത്തിനെ കൊണ്ടുപോയിട്ട് കഥകളി ചേർത്തതാണ്. അദ്ദേഹം എവിടെ എത്തി? ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധനായ നടൻ ആരാന്ന് ചോദിച്ചാൽ ആരാ? കലാമണ്ഡല ഗോപിയാശാനാണ്. അദ്ദേഹത്തിൻ്റെ ഗുരുനാഥന്മാരും കൂടി അംഗീകരിച്ചു, മോഹൻലാലും ഒക്കെ അംഗീകരിച്ചില്ലേ അല്ലേ. ഈ നാട്യം തൗര്യത്രികെന്ന നൃത്യം നാട്യം അദ്ദേഹത്തിനെ ഇൻ്റർവ്യൂവിന് കൊണ്ടുപോയപ്പോൾ പിന്നെ അന്ന് ഈ ചായം തേക്കണത്ര, എന്നിട്ട് എത്ര അങ്ങനെ ഉണ്ട് നോക്കുന്നതാണ്. മഹാകവി കണ്ട വഴിക്കണത്ര, പിന്നെ തേക്കണ്ട പിന്നെ എടുക്കാന്ന് അത്ര പറഞ്ഞു. ആ മുഖം ആളെ കണ്ടിട്ടുണ്ടാവല്ലോ, ജീവനോടെ കണ്ടിട്ടുണ്ടാവല്ലോ. അല്ല പറയുക അല്ല, ആ രക്തത്തിൽ ആ കർമ്മത്തിൻ്റെ ജീവസ് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അത് എന്താണ്? അത് ആ വ്യക്തൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അല്ലേ, നരേന്ദ്രൻ രാമകൃഷ്ണൻ്റെ അടുത്ത് എത്തുന്നവരെ സാധാരണ നരേന്ദ്രനല്ലേ,
രാമകൃഷ്ണ പരമഹംസനുമായിട്ടുള്ള അപൂർവതകളിൽ നിന്നുള്ള അപൂർവ ബന്ധത്തിൽ നിന്നും അദ്ദേഹം ആരായി മാറി? അത് വിവേകാനന്ദ സ്വാമിയായി മാറിയില്ലേ? കണ്ടപ്പോൾ മനസ്സിലായതാണ്. കണ്ടപ്പോൾ മനസ്സിലാവല്ലേ? ആ, അപ്പോൾ എന്ത് പഠിച്ചു എന്നുള്ളതല്ല, എന്ത് ധർമ്മം, ആ ധർമ്മത്തിലേക്ക് എത്തിക്കും. ആ ധർമ്മം ഇവിടെ ഈ ദേവനെ ഭജിച്ചാൽ ആ ധർമ്മത്തിൻ്റെ പാരമ്യതയിലെത്തും. ഒരു കുട്ടി ചെറുപ്പം മുതൽ പറയാം എനിക്ക് വക്കീലാവണം, അവനെ അതിൽ കൊണ്ടുപോകണേ, അത് കൊണ്ടുപോകണം. കൊണ്ടുപോകണം. ആ, കൊണ്ടുപോയേ പറ്റൂ. നമ്മുടെ കണ്ണിൻ്റെ ദൃഷ്ടിയിലുണ്ടല്ലോ ഇതൊക്കെ. ഈ കാരണ സാധനങ്ങളൊക്കെ നമ്മുടെ നാല് പുറം കാണല്ലേ. പാലക്കാട് ജില്ലയിൽ ഒരു മേനോൻ്റെ മകനായി ജനിച്ച MG രാമചന്ദ്ര മേനോനാണ് ആരായി മാറിയത്? തലൈവരായി. എവിടെ മാറി? ഇപ്പോഴും പല്ലശനിൽ ആ വീടുണ്ട്. പല്ലശന സിലോണിൽ അത്ര ജനിച്ചോളൂ. ആ യോഗത്തല്ലേ, ആ അവിടെയാണ് വിഷയം. അപ്പോൾ ആ നിധനം ഏത് ധർമ്മമാണോ ആ ധർമ്മത്തെ പൂർണ്ണമായ രീതിയിൽ പ്രതിഫലിപ്പിക്കാൻ ഈ ദേവന് സാധ്യമാവും എന്ന് തന്നെയാണ് എന്ത് ഈ പറഞ്ഞ ഈ ദോഷങ്ങളിൽ നമുക്ക് ശ്രേഷ്ഠമായ കൈയുള്ളതാണ്.